നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപി അല്ല, നീതിമാനും കുറ്റമില്ലാത്തവനും നിഷ്കളങ്കരുമാണ്. ശപിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് സഹായിക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനചിന്ത നമുക്കറിയാം. നമുക്കിനി പ്രാർത്ഥനയ്ക്ക് വലിയ ദിവസമില്ല. ഈ മാസം എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥന 18-ാം തീയതി മുതൽ പാലാരിവട്ടത്ത് ആരംഭിക്കും. കൊല്ലം, കോട്ടയം എന്നീ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ അതിൽ വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഇനി 8 ദിവസം കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ, നമ്മളെക്കാൾ ഉപരി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളെ കാണാനും കേൾക്കുവാനും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായി ഈ കൂട്ടായ്മ കർത്താവ് മാറ്റുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ദൈവത്തിൻ്റെ പ്രവർത്തികളെ അനുഭവിക്കാൻ വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നിരിക്കാൻ. ദൈവം നമുക്ക് വേണ്ടി വാക്ക് മാറാത്ത ദൈവമാണ്. കർത്താവ് വാക്ക് മാറത്തില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കോണം കർത്താവ് സമ്പന്നനാണത്. സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യത്തിൽ ഏത് പ്രശ്നത്തിലാണോ കർത്താവ് സമ്പന്നനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വചനത്തിലേക്ക് പോകാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലെടുത്ത ആ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇന്ന് ദൈവസന്നിധിയിൽ ഞാനിന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ വചനങ്ങളിൽ തന്നെ നമുക്ക് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. എല്ലാ കാര്യത്തിലും നമ്മളെ അനുഗ്രഹമാക്കുന്ന ദൈവമാണല്ലോ. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷ കൈവിടരുത്. എത്ര വലിയ പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിഴുങ്ങാൻ നിന്നാലും നമുക്കൊരു കർത്താവുണ്ട്. ബൈബിൾ പറയുന്നു, ആ യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ എടുക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ കേട്ടതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ്. തിമത്തിയോസിൻ്റെ ലേഖനം. നമ്മൾ തെസ്സലോനിക്ക ലേഖനം അവസാനിപ്പിച്ചു. അതിനുശേഷം തെസ്സലോനിക്കയിൽ ആരംഭിച്ചു. അതിൻ്റെ നിങ്ങളെല്ലാവരും, നിങ്ങൾ ഏത് പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും എവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണെങ്കിലും ബൈബിൾ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് 1 തിമത്തിയോസിൻ്റെ പുസ്തകം, പുതിയ നിയമത്തിൽ ലേഖനത്തിൽ 1 തിമത്തിയോസിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരണം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവനല്ലോ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനേ ഉള്ളെന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഒന്ന് ഏറ്റു പറഞ്ഞ് ആ വചനം. ആമേൻ. അപ്പൊ ബൈബിള് നമ്മളോട് പറയുന്ന വ്യക്തമായി ബൈബിൾ പറയുന്നു, അനേക മധ്യസ്ഥന്മാരില്ല. നിങ്ങളുടെ കൈവശമുള്ള ബൈബിളിൽ ഒന്ന് ചെക്ക് ചെയ്ത്, നിങ്ങൾ ഏത് ബൈബിളാണോ, സത്യവേദ പുസ്തകമായിക്കോട്ടെ, POC വേദപുസ്തകമായിക്കോട്ടെ, ഏത് ബൈബിളാണെങ്കിലും അതിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് എത്ര മധ്യസ്ഥനുണ്ടെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഒരേ ഒരു ആമേൻ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വാക്യത്തിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ തിമത്തിയോസിന്റെ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഈ വാക്യം നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അപ്പം ഈ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. അത് വചനം പറഞ്ഞു, എല്ലാവർക്കും മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ.
അപ്പോൾ നിങ്ങൾ നോക്കി അവിടെ ഒരു പദം കൊടുത്തേക്കുവാണ്, തനിക്ക്, അതായത് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു. അപ്പം നിങ്ങൾ നോക്കിയ ബൈബിൾ എപ്പോഴും നമുക്കറിയാം, എത്ര കാലഘട്ടം കഴിഞ്ഞു പോയാലും, എത്ര ഉപദേശങ്ങൾ ലോകത്തിൽ വന്നാലും, എത്ര സഭകൾ ലോകത്തിൽ വളർന്നാലും, ബൈബിളിന് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്. അത് വിട്ട് ബൈബിൾ മാറത്തില്ല. ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ ഇല്ലാത്ത ഒരു പ്രാക്ടീസ് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. ഇപ്പം നിങ്ങൾ പറയാം, അല്ല ബ്രദറെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം അതല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ശ്രദ്ധിച്ചു നോക്കി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിശാശും പ്രവൃത്തി ചെയ്യും. പക്ഷെ ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ ഉള്ള പ്രത്യേകത, ഒരുവൻ ദൈവപ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. അതതുപോലെ തന്നെ നമുക്ക് വേണ്ടി ദൈവത്താൽ തന്നെ സമാധാനത്തോടെ നിൽക്കും. ഇവിടെ വചനം പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റി ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ദൈവമായ ക്രിസ്തു എന്നല്ല, മനുഷ്യനായ ക്രിസ്തു എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിനെ തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വരുന്ന സമയത്ത് അവിടെ യേശുക്രിസ്തുവിനെ മനുഷ്യനായി എന്നൊരു വാക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ പലയിടങ്ങളിലും കാണാൻ പറ്റും, എനിക്ക് കരുണ തോന്നേണ്ട വ്യക്തിയോടെ കരുണ തോന്നത്തുള്ളൂ. മോശ പറയുന്നൊരു വാക്കുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ, ഇവരുടെ മേലും കർത്താവെ അങ്ങയുടെ പ്രവാചകത്തിന്റെ ആത്മാവിനെ അയച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പഴയ നിയമത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയത്തില്ല. പ്രത്യേക ചില ദൈവം ആക്കി വെച്ചിരിക്കുന്ന ചില പ്രവാചകന്മാര്, പുരോഹിതന്മാര്, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വരുന്ന വ്യക്തികൾക്കല്ലാതെ എല്ലാവർക്കും ദൈവത്തോട് ബന്ധപ്പെടുവാൻ, ദൈവത്തെ വിളിക്കാൻ പറ്റും, പക്ഷെ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്കൊരു യോനേനെയോ ഒരു യോശുവേനെയോ ഒരു ദാവീദിനെയോ ഒരു കാലേബിനെയോ ഒരു മോശേനെയോ അങ്ങനെ ഓരോരോ വ്യക്തികളെ മാത്രം. അതുകൊണ്ടാണ് ജനം ഒരിക്കലും ദൈവത്തിന്റെ ശബ്ദം അവർക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോശയുമായിട്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ മധ്യസ്ഥരായ മോശ എന്ന് പറയാൻ കാരണം. കാര്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ബന്ധം ദൈവവുമായിട്ടല്ല, പകരം അവർക്ക് മോശയുമായിട്ടാ ബന്ധം. മോശ എന്തു പറയുന്നു അതാണ് ദൈവത്തിന്റെ ശബ്ദം. മോശ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ, ദൈവത്തിന്റെ ആലോചനകളെ അവർ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മോശയെ അവരെപ്പോഴും എന്ത് ചെയ്തേക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഒത്തിരി മധ്യസ്ഥന്മാർ എന്ത് ചെയ്തു, നമ്മുടെ ഇടയിലേക്ക് വരാൻ ഇടയാത്തതാണ്. യഥാർത്ഥത്തിൽ അത് പഴയ നിയമത്തിലുള്ള ആ ഒരു വ്യവസ്ഥയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ബൈബിൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബൈബിൾ എടുത്തെഴുതി വെച്ചു ഈ വാക്യത്തിൽ, മനുഷ്യനും ദൈവത്തിനും മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി സംശയം വന്നേക്കാം, അങ്ങനെയല്ല ബ്രദറെ, ഞങ്ങൾ കേട്ടിരിക്കുന്നതും ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിരിക്കുന്ന പുസ്തകമല്ല, ബൈബിളിൽ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കണം. ബൈബിളിൽ എങ്ങനെ തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈബിളാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇനി നോക്കുക, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി നിൽക്കുവാൻ കാരണം. കർത്താവിന്റെ ചില വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവർ കൂലിക്കാരും ആടുകളെപ്പറ്റി വിചാരമില്ലാത്തവരുമല്ലോ. ഞാൻ നല്ല ഇടയൻ. നോക്കി, അപ്പൊ യേശുക്രിസ്തു എന്ന മധ്യസ്ഥന്റെ പ്രത്യേകത പറയുകയാണ്. യേശുക്രിസ്തു 2 പ്രാവശ്യം 11-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. എന്നിട്ട് ഒരു ക്വാളിറ്റി കർത്താവ് പറയുകയാണ്, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് അവരെ വിട്ട് ഓടിപ്പോകുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ബ്രദറെ എൻ്റെ കൊച്ചിൻ്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ വളരെ ഉള്ളൊരുകി വേദനയോടെ പിള്ളേരുടെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടൊരു പ്രയർ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഞാൻ പറയും, സഹോദരി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങളെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തും. പക്ഷേ അതിനുശേഷം ഞാനത് മറക്കും.
ഞാൻ ചിലപ്പോൾ ആ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ ബിസി ആവും. ഞാൻ ചിലപ്പം ഏതെങ്കിലും ഒരു സുഹൃത്ത് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അവിടെ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഞാൻ ബിസി ആകും. കാരണം എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളെ ആ ഒരു ഇതിലൂടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ എന്ത് ചെയ്യുക. കാര്യം ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ഉൾപ്പെടെ എനിക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് പോലെ ടെൻഷൻ വരത്തില്ല, നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ എനിക്ക് ഭാരം വരത്തില്ല, നിങ്ങൾ വേദന എടുക്കുന്നത് പോലെ വേദന എനിക്ക് വരത്തില്ല. അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കി പറയാൻ പറ്റുമോ? ബന്ധം. അതാണ് ദൈവത്തോടുള്ള ബന്ധമല്ല, നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധം. കാര്യം നിങ്ങൾ എന്നോട് ആ പ്രാർത്ഥനാ വിഷയം പറയുന്ന സമയത്ത് എനിക്കതൊരു പ്രാർത്ഥനാ വിഷയമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ മുഴുവൻ വേദന നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ദൈവമോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ നോക്കിയേ, അപ്പം ഇത് തന്നെയാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പൊ എനിക്ക് മുമ്പേ ഉള്ള ആളുകളുടെ പ്രത്യേകത, ഞാൻ ആക്കി വെച്ച പഴയ നിയമത്തിലെ ഇടയന്മാർ അവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ജീവനെ നോക്കും. നമുക്കറിയാം, ഇടയന്മാര് സിംഹം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഇടയനും എന്ത് ചെയ്യത്തില്ല, ആ പെട്ടെന്ന് ഇടയൻ ഓർക്കുന്നു, അയ്യോ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. ഇടയൻ എന്ത് ചെയ്യും? ആടുകളെക്കാൾ വലിയത് അവന് ഭാര്യയും കുഞ്ഞുങ്ങളുമാണ്. അതുകൊണ്ട് ഈ ആടുകളെ വിട്ടേച്ചവൻ ഓടിപ്പോകും. അപ്പൊ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയൻ. അപ്പൊ കർത്താവ് ആ വാക്ക് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം യേശുവിന് ഏറ്റവും ബലപ്പെട്ടവരാന്ന ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? യേശുവിന് നിങ്ങളെ വിട്ട് ഓടാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എൻ്റെ യേശുവിന് ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ വിട്ടേച്ച് ഓടുവാൻ കഴിയത്തില്ലെന്നൊന്ന് പറഞ്ഞേ. ഇതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ എന്ന് പറയാൻ കാരണം. അപ്പൊ മനസ്സിലായോ? കാര്യം യേശു യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ പറയുന്ന വാക്ക് നോക്കിയേ, ചെന്നായി വരുമ്പോൾ കൂലിക്കാരനും ഇടയനും, അതായത് കൂലി മേടിക്കുന്ന ഇടയന്മാരും അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നായി വരുമ്പോൾ അവരെന്ത് സംഭവിക്കുന്ന അറിയാവോ? അവർ ഓടി രക്ഷപ്പെടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആടുകളെ മേയ്ക്കാനും ആടുകളുടെ എന്ത് പറയുന്നത് അവരുടെ സമ്പത്തും അല്ലെങ്കിൽ അവരുടെ പാല് വിറ്റൊക്കെ ഇവർ ജീവിക്കുന്നെങ്കിൽ പോലും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന തലമുറകളും ഭാര്യയും ഒക്കെയാണ്. ഒന്നാലോചിച്ച് നോക്കി, അവർ ഒരു നിമിഷം സിംഹത്തെ കാണുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ആദ്യം മൂടുവെത്തുന്നത് എന്നാന്നറിയാവോ? ഭാര്യയും കുഞ്ഞുങ്ങളെയാ. അപ്പൊ അവർ ചിന്തിക്കുന്നതെന്നറിയാവോ? ഈ ആടിന് വേണ്ടി ഞാൻ എന്തിനാ എൻ്റെ ജീവൻ കളയുന്നത്? ഒരാടില്ലെങ്കിൽ വേറെ ആട്. ഈ ആടിനെ സിംഹം പിടിച്ചാൽ, പുലി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആടുകളെ കിട്ടും, പക്ഷേ എനിക്ക് വേറെ ഭാര്യനെ പിള്ളേരെ കിട്ടത്തില്ല. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയൻ. എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കും. എനിക്ക് ആ വാക്ക് നിങ്ങൾ നോക്കി, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങൾ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ. നിങ്ങളെ വിട്ടേച്ച് യേശു ഓടത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയത്തില്ല, എൻ്റെ കർത്താവേ നീ ഇത് കാണുന്നില്ലേ എന്ന് പറയണ്ട. പകരം എൻ്റെ യേശു ബൈബിളിലൂടെ, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾപ്പിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യത്തില്ല, മറ്റിടയന്മാർ ഓടിപ്പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. ഒരു ചോദ്യം, കർത്താവ് ഇതൊക്കെ പറയാൻ കൊള്ളാം, നല്ല രസമാണ്, കേൾക്കാൻ കൊള്ളാം, ഇത് വല്ലതും നടക്കുമോ? നീ ക്രൂശിലോട്ട് നോക്ക്. ഞാൻ ഓടുന്നവനാണോ എന്ന് ക്രൂശിലോട്ട് നോക്ക്. കാര്യം യേശുവിന് വേണമെങ്കിൽ, യേശു പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തുവിന് വരാൻ പോകുന്ന തൻ്റെ ക്രൂശിൽ അനുഭവിക്കാൻ പോകുന്ന നിന്ന, വേദന, മുറിവുകൾ, ക്രൂശ്, മരണം, എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടുവെന്ന് പ്രാണവേദന, ഇതെല്ലാം ഒരു നിമിഷം കർത്താവിൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റ് എന്ന് യേശു പറയുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ കർത്താവ് പെട്ടെന്നൊരു കാര്യം ഓർത്തില്ല, ഞാൻ അങ്ങനെ വേണമെങ്കിൽ പിതാവ് എന്ത് ചെയ്യും? ഓക്കെ യേശുവേ, എന്നാൽ അങ്ങേക്ക് പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിമിഷ നേരം കൊണ്ട് അവിടെ വാനിഷായി യേശു അവിടെ നിന്ന് മാഞ്ഞു പോകും. നിമിഷ നേരം കൊണ്ട് യേശു സ്വർഗത്തിൽ സകല സിംഹാസനത്തിലും വാഴ്ചയ്ക്കും അധികാരത്തിലും മീതെ ഒരു സെക്കൻഡ് കൊണ്ട് യേശു അവിടെ ഇരിക്കും. ആർക്കും ഒന്നും സംഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങളും ഞാനും നേരെ നരകത്തിലോട്ട് പോകും. പിശാച് നമ്മുടെ കുടുംബങ്ങളെ അറക്കും, മുടിക്കും, മോഷ്ടിക്കും, നമ്മളെ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. പക്ഷെ ഒരു നിമിഷം ഞാൻ ചിന്തിക്കുക, യേശു കണ്ണടച്ചിട്ട് നിങ്ങളെ ചിരിക്കുന്ന മുഖം, നിങ്ങൾ നിത്യജീവനിലിരിക്കുന്നതും നിത്യരക്ഷയിലിരിക്കുന്നതും നിങ്ങൾ സൗഖ്യമാകുന്നതും നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുന്നതും പിതാവിനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കണ്ട യേശു
ഉടനെ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, ഞാൻ ഇടയന്മാരെ പോലെ കൂലിക്കാരെ പോലെ ഓടുന്നവനല്ല, എൻ്റെ ആടിനു വേണ്ടി ജീവൻ കൊടുക്കുന്നവനാന്ന് തെളിയിച്ചവനാ കർത്താവ്. ആ കർത്താവാണ് പറയുന്നത് മനുഷ്യർക്കും ദൈവത്തിനും ഒരേ ഒരു മധ്യസ്ഥൻ. ഇപ്പൊ മനസ്സിലായോ? യേശു പറയുന്നുണ്ട് 12,000 ലഗ്യോന്മാർ. ലഗ്യോ എന്ന് പറഞ്ഞാൽ 6,000 എന്ന സംഖ്യ. ലഗ്യോ എന്ന് പറഞ്ഞ പിശാചല്ല കേട്ടോ. 6,000 ദൂതന്മാർ. അപ്പൊ 12 എന്ന് പറഞ്ഞാൽ എത്ര ദൂതന്മാരുണ്ടെന്ന് കണക്ക് കൂട്ടിക്ക്. ഇത്രയും ദൂതന്മാരെങ്ങാനും ആ ഒരു എന്താ പറയുന്നത് പിലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി വന്നാൽ, അല്ലെങ്കിൽ അവിടെയുള്ള ന്യായാധിപതി ചെയ്ത ആൾക്കാരുടെ കൊട്ടാരത്തിലോട്ട് ഇറങ്ങി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു ദൂതൻ ഇറങ്ങിയാൽ 1,00,000 ആൾക്കാർ മേളിൽ അവിടെ തീരും ഒറ്റ രാത്രി കൊണ്ട്. കർത്താവ് പറഞ്ഞു, വേണ്ട, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാ. കാര്യം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞേക്കാം, ഭാര്യ പറഞ്ഞേക്കാം, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ? ചിലത് അങ്ങനെ കേൾക്കുന്നവരില്ല, എന്നെ കേൾക്കുന്നവർ. നിനക്ക് എന്ത് വിലയാ ഉള്ളത് എന്നൊക്കെ നമ്മളെപ്പറ്റി പലരും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തോണം, യേശുവിന് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. യേശുവിന് പ്രിയപ്പെട്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ പിന്നെയും ആ വാക്യം വായിക്കുവാണേ, ഞാൻ നല്ല ഇടയൻ. എന്നിട്ട് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറഞ്ഞോട്ടോ, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിച്ച് ചിഹ്നിച്ചു കളയുന്നു. അവർ കൂലിക്കാരും ആടുകളെ പറ്റി വിചാരമില്ലാത്തവരുമല്ലോ. അതിന്റെ അർത്ഥം തിരിച്ചു വായിച്ചു നോക്കി. അങ്ങനെയെങ്കിൽ എൻ്റെ ഇടയൻ ആടുകളെ പറ്റി വിചാരമുള്ളവനാ. നിങ്ങൾക്ക് പിശാചിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ഭവനത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തുമ്പോൾ, പലരും പരിഹസിക്കുമ്പോൾ, യേശു ഓടി വന്ന് അടുത്തിരിക്കും. പ്രിയമോനെ, നീ പേടിക്കണ്ട, ഞാനുള്ളിടത്തോളം കാലം നിന്റെ മധ്യസ്ഥനായി ഞാൻ നിൽക്കും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കോ നമ്മുടെ വിശ്വാസത്തിന്റെ മിടുക്കോ ഒന്നുമല്ല, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മധ്യസ്ഥനായ യേശുവുണ്ട്. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് എങ്ങനെയാണ്? എനിക്ക് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ എനിക്ക് വിശ്വാസം പറയാൻ പറ്റുന്നില്ല, പഴയ പോലെ എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുതലെടുത്ത് പിശാച് എന്ത് ചെയ്യും? അതാണ് നിന്റെ ജീവിതത്തിൽ നീ രക്ഷപ്പെടാത്തത്. ഒന്ന് ഒലിച്ച് ഞാൻ പറഞ്ഞോണം. ഉടനെ പറയണം, ഇല്ല, ഇനി എൻ്റെ പ്രാർത്ഥന ഇച്ചിരി കുറഞ്ഞു പോയി, ശരിയാ, എൻ്റെ മാനസികാവസ്ഥ തിരക്ക് എന്തൊക്കെയോ കൊണ്ട് കുറഞ്ഞു പോയാലും ബലപ്പെടണം. എൻ്റെ മധ്യസ്ഥനായ യേശു എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ കഴിഞ്ഞ ദിവസം തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ അകത്ത് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്, ദൈവം വിശ്വസ്തൻ, അവൻ നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളും. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. കണ്ടോ? അപ്പൊ ദൈവം എന്നെ ഉറപ്പിക്കുമെന്നും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞത് എൻ്റെ പ്രാർത്ഥനയുടെ ഗ്രാഫ് നോക്കിയിട്ടല്ല, പകരം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം നോക്കിയിട്ടാണ്. ആമേൻ. ഇവിടെ നോക്കിയേ, അപ്പം ആടുകളെ കുറിച്ച് വിചാരമില്ല അവർക്ക്. അപ്പൊ യേശുവിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇനി നമുക്ക് നേരെ തീമോഥെയോസിലോട്ട് വരാൻ പറ്റും. ദൈവത്തിനും മനുഷ്യനും നടുവിൽ എനിക്ക് വാക്ക് വായിക്കുമ്പോൾ അങ്ങോട്ട് സങ്കടം വരുമോ? കാര്യം ഒരേ ഒരു മധ്യസ്ഥൻ. ഈ മധ്യസ്ഥന്റെ പ്രത്യേകത എന്നറിയാവോ? എനിക്ക് വേണ്ടി അങ്ങോട്ട് ജീവിക്കുക. ആലോചിച്ച് നോക്കിയേ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന മധ്യസ്ഥൻ. ഇതുപോലെ നിങ്ങൾക്ക് പൗലോസിനെ കാണാൻ പറ്റുമോ? ഇതുപോലെ നമുക്ക് പത്രോസ് ശ്ലീഹായിനെ കാണാൻ പറ്റുമോ? പൗലോസ് ശ്ലീഹ ആയിക്കോട്ടെ, പത്രോസ് ശ്ലീഹ ആയിക്കോട്ടെ, അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ വാക്യം നിങ്ങൾ പലപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ്, ബ്രദറെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ചോദിക്കാൻ ഞാൻ പറയാറുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പൗലോസ് ശ്ലീഹ എൻ്റെ മധ്യസ്ഥനല്ല, അപ്പോസ്തോലന്മാർ എൻ്റെ മധ്യസ്ഥന്മാരല്ല. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും കർത്താവിൻ്റെ ശ്ലീഹാമാരോ ദൈവത്തിലുള്ളവരോ എൻ്റെ മധ്യസ്ഥരല്ല. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും അവർ ക്ലെയിം ചെയ്തിട്ടില്ല, ഞങ്ങളോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധി കൊടുക്കാം. എന്നോട് പണ്ടൊരു ബ്രദർ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഞാൻ യേശുവിനോട് ബ്രദറെ പ്രാർത്ഥിക്കാറില്ല, ഞാൻ പൗലോസ് ശ്ലീഹായോടും പത്രോസ് ശ്ലീഹായോടും ഞാൻ ഗബ്രിയേൽ ദൂതനോടുമാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അവരെയാണ് ഞാൻ സ്തുതിക്കുന്നതെന്നും പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, തീമോഥെയോസ് കൊലോസ്യ ലേഖനത്തിലേക്ക് ഞാനൊന്ന് വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ബൈബിൾ തുറന്നേ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർത്തിരിക്കുകയും തലയെ മുറുക്കെ പിടിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ വിരുദ്ധന് തെറ്റിക്കരുത്. നോക്കിയേ, അപ്പൊ ദൂതന്മാരെ ആരാധിക്കരുത്.
താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചുകൊണ്ട്. എബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് ദൂതന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ സേവകാത്മാക്കളാണ്. കാര്യം അവർക്ക് വാലും ചിറകും കൊമ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അവർക്ക് കൊമ്പല്ല, അവർക്ക് ചിറകുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ബൈബിൾ പറയുന്നു രക്ഷിക്കപ്പെട്ടവന് വേണ്ടി സേവിക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന. കാര്യം നിങ്ങൾ അവരുടെ താഴെയല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ മക്കളെ സേവിക്കുവാൻ, ഞാൻ പറയുന്നതല്ല, എബ്രായ ലേഖനം പറയുന്നു രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ളവരുടെ സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാര്. അപ്പൊ ദൂതന്മാരെ ആരാധിക്കുന്നത് ഒരിക്കലും ഗബ്രിയേൽ ദൂതനായിക്കോട്ടെ, ഗബ്രിയേൽ മാലാഖി ആയിക്കോട്ടെ, മിഖായേൽ ആയിക്കോട്ടെ, ഇവരെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കരുതേ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കണ്ടോ, നമ്മൾ നോക്കി, രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ളവരെ സേവകാത്മാക്കളാണ്. അപ്പൊ ദൂതന്മാരെ നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറയാം ഗബ്രിയേലെ അങ്ങനെ സഹായിക്കണമേ എന്നല്ല, ഗബ്രിയേൽ ദൂതൻ എന്റെ സഹായകനാണ്. നോക്കിക്കേ, രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ളവരെ സേവക ആത്മാക്കളാണ്, സേവിക്കുവാനുള്ള ആത്മാക്കളാണ് ദൂതന്മാർ. നമ്മൾ നമ്മുടെ വാക്യം നോക്കാം, എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമല്ലേ ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ ഈ ബൈബിളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന പിശാചിന്റെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി പോകരുത്. നോക്കി, നിങ്ങളെ വാക്യം നോക്കി, അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ശുശ്രൂഷകർ. നോക്കി, ദൂതന്മാരിൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പറയുകയാണ്, അവരൊക്കെയും, ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ളവരുടെ ശുശ്രൂഷയ്ക്കകപ്പെടുന്ന സേവകാത്മാക്കളാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ സേവിക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള സേവകാത്മാക്കളാണ് ആര്? ദൂതന്മാര്. പക്ഷെ കൊലോസ്യ ലേഖനത്തിലേക്ക് പറയുന്നു കുറെ ആൾക്കാർ ദൂതന്മാരെ ആരാധിക്കുക. ദൂതൻ പ്രത്യക്ഷപ്പെടും. ആ കാലത്ത് ദൂതന്മാരെല്ലാം പ്രത്യക്ഷപ്പെടും. ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഉടനെ എന്ത് സംഭവിച്ചെന്നറിയാവോ? ദൂതന്മാരെ പിന്നെ അങ്ങ് ആരാധിക്കുക. പേരെന്നാ? അവരുടെ ദൂതൻ പറയും, എന്റെ പേര് മിഖായേൽ. പലപ്പോഴും നമുക്കറിയാൻ പറ്റും ഗബ്രിയേൽ ദൂതൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഗബ്രിയേൽ ദൂതരെ എന്നെ സഹായിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന്. അവരെ കർത്താവേന്ന് രക്ഷിതാവേന്നും അവരെ ദൈവത്തോട് തുല്യമായി കാണുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങളെ അങ്ങനെയുള്ളവർ വന്ന് പഠിപ്പിക്കുമ്പോൾ തെറ്റിപ്പോകരുത് നിങ്ങൾ. കാര്യം പിശാച് പിന്നെ നിങ്ങളെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അപ്പൊ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ ബ്രദറെ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അല്ലാതെ നടക്കുന്ന അത്ഭുതം ഒന്നും ദൈവത്തിൽ നിന്നല്ല. ശ്രദ്ധിച്ചോണേ. നമ്മുടെ മധ്യസ്ഥൻ ആരാണ്? എന്റെ കൂടെ ഉറക്കെ പറഞ്ഞ്, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ആരാണ് മധ്യസ്ഥൻ എന്ന് ഉറക്കെ പറഞ്ഞ്. എന്തുകൊണ്ടാണ് യേശു ഏക മധ്യസ്ഥനാകുന്നത് എന്ന് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് പറയണം, എന്റെ യേശു എന്റെ മധ്യസ്ഥനാണ്, എന്റെ അപ്പൊ ഈ മധ്യസ്ഥനാന്ന് വെറുതെ പറഞ്ഞാൽ പോലെ ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അകത്ത് വചനം ഒന്ന് ധ്യാനിക്കണം. കാര്യം എന്നറിയാവോ? ഈ ലോകത്തിലുള്ള ഇപ്പൊ ഏത് ബ്രദർ ആയിക്കോട്ടെ, ഞാനോ ഈ ലോകത്തിൽ ഏത് ബ്രദർ ആയിക്കോട്ടെ, 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വിഷയവും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ഇന്നയാളെ രക്ഷിക്കണമേ, ഇന്ന കുടുംബത്തെ രക്ഷിക്കണമേ, ഇന്ന സഹോദരി ഭാരപ്പെടുന്നേ, 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ബ്രദറും നിൽക്കത്തില്ല, കഴിയത്തില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് 100,000 കുടുംബത്തിൽ ചിലപ്പം ബിസി ആയിരിക്കും, അദ്ദേഹത്തിന് ചിലപ്പം മിനിസ്ട്രിയുടെ ബിസി ആയിരിക്കും, നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്നതായിരിക്കും, നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി സുവിശേഷം പറയുന്ന ആളായിരിക്കും. പക്ഷെ നിങ്ങളെന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടി 24 മണിക്കൂറും സംസാരിക്കാൻ അവർക്ക് കഴിയത്തില്ല. മനസ്സിലാക്കണം. പക്ഷെ യേശുവിന് കഴിയും. യേശുവിന് കഴിയും. എന്തുകൊണ്ടാണ് കഴിയുമെന്ന് പറയാൻ കാരണം എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. അപ്പം കർത്താവ് 24 മണിക്കൂറും സദാ ജീവിക്കുക. സദാ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും. നമ്മുടെ മനുഷ്യന്റെ ഒരു ടൈമിൽ പറഞ്ഞാൽ 24 മണിക്കൂറും
നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യോ അവൻ ഇത്ര നേരം പ്രാർത്ഥിച്ചില്ല, എന്നാൽ അവന്റെ കാര്യം പോക്ക എന്ന് പറയുന്ന യേശുവല്ല. അവൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ പ്രാരാബ്ധത്തിലോ തിരക്കിലോ ടെൻഷനിലോ ഭാരത്തിലോ ഒക്കെ ഒരു ദിവസം ബൈബിൾ വായിക്കാൻ മറന്നുപോയാലും, ഒന്ന് പ്രാർത്ഥിക്കാൻ മറന്നുപോയാലും ഉടനെ നമ്മുടെ അകത്ത് പിശാച് പറയും, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഈ വിഷയം വന്നത്, നീ ഇന്ന് ബൈബിൾ വായിച്ചില്ലോ അതുകൊണ്ടാണ് നിനക്ക് ഈ വിഷയം വന്നെന്ന് പറയുമ്പോൾ ഉടനെ പറയണം, എനിക്ക് വേണ്ടി കണ്ണിമ തെറ്റാതെ 24 മണിക്കൂറും പിതാവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് എന്റെ പക്ഷം ചേർന്ന് എനിക്ക് വേണ്ടി വിചാരപ്പെട്ട് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നല്ല മധ്യസ്ഥനായ ഇടയൻ എനിക്കുള്ളത് കൊണ്ട്, കർത്താവേ അങ്ങ് എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ എന്നെ തൊടത്തില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്റെ കർത്താവ് എന്നെ സൂക്ഷിക്കും. ഇതാണ് ഒറിജിനൽ മധ്യസ്ഥൻ. പൗലോസ് ലീഗ ഒരു സ്ഥലത്ത് ഇത് എഴുതി ആരെന്നറിയോ? ഈ തിമത്തിയോസിന്റെ ലേഖനം ആർക്കെഴുതിയതാ? ശരിക്കും പറഞ്ഞാൽ ആരെഴുതിയതാണെന്നറിയാൻ പറ്റുമോ? ഉറക്കെ പറ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ലീഹായ്ക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? ഒരു കാര്യം ചെയ്യ്, ഞാനും ഒരു മധ്യസ്ഥനാ കേട്ടോ. ഇതേ പൗലോസ് ലീഹാരല്ലേ നമ്മളും പലപ്പോഴും മധ്യസ്ഥം ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഇതേ എഴുതിയ പൗലോസ് ലീഗ എഴുതി വെച്ചില്ല ഒരേ ഒരു മധ്യസ്ഥനൊന്നും അല്ല കേട്ടോ, ഒത്തിരി മധ്യസ്ഥന്മാരുടെ നടുവിൽ യേശു ഒരു മധ്യസ്ഥൻ. എന്തുകൊണ്ട് എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതാൻ പറ്റിയില്ല? പൗലോസിനറിയാം എനിക്ക് 24 മണിക്കൂറൊന്നും നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റത്തൊന്നുമില്ല. പൗലോസ് ഭൂമിയിലുള്ള കാലത്ത് തന്നെ പറയുന്നുണ്ട്, വല്ല വിധേനയും എനിക്ക് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകണം. പൗലോസിന്റെ തലയ്ക്കകത്ത് മൊത്തവും സുവിശേഷം അറിയിക്കുകയും എങ്ങനെയെങ്കിലും യേശുവിന്റെ അടുക്കിലേക്ക് പോകണം. ഈ ലക്ഷ്യത്തിൽ ഓടുന്ന ആൾക്ക് നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോ സെക്കൻഡും പ്രാർത്ഥിക്കാൻ പൗലോസെ കഴിയത്തില്ല. പക്ഷെ എൻ്റെ യേശുവിന് കഴിയും. കാര്യം എന്നെപ്പറ്റി വിചാരമുള്ള കർത്താവ്. എനിക്ക് വേണ്ടിയാണ് യേശു ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി. അതാ വാക്ക് നോക്കിയേ, അവർക്ക് നിങ്ങളെപ്പറ്റി വിചാരമില്ല. ആർക്ക്? കൂലിക്കാരായ ഇടയന്മാർക്ക്. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ അങ്ങനെ പോകത്തില്ല. ചെന്നായി വരുമ്പോൾ, സിംഹം വരുമ്പോൾ, നമുക്കത് ആ ക്രൂശിൽ കാണാൻ പറ്റുന്നത്. പാപം എന്ന വലിയ ചെന്നായി നമ്മളെ പിച്ച് ചീന്താൻ വേണ്ടി വന്നപ്പോൾ യേശു മുമ്പിൽ നിന്നുകൊടുത്തു. നീ എന്നെ തകർത്തു, പക്ഷെ അവരെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നേടിത്തന്ന ഈ രക്ഷയിൽ നമ്മളെ സേവിക്കുവാൻ വേണ്ടിയുള്ളവരാണ് ദൂതന്മാർ. അപ്പോൾ 2 കാര്യം ഓർത്തോണം. ഒരിക്കലും ദൂതന്മാരുടെ മധ്യസ്ഥം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ദേഷ്യം വന്നേക്കാം, ബ്രദറെ അങ്ങനെ അല്ലല്ലോ ബ്രദറെ, ഇപ്പോഴും ഞാൻ ഗബ്രിയേൽ ദൂതനോട് 2 സെക്കൻഡോടെ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. തെറ്റിദ്ധരിക്കരുതേ, ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾ കാണിച്ചതാ. ബൈബിൾ പറയുന്നു, രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ളവരുടെ സേവക ആത്മാക്കളാണ് ദൂതന്മാർ. കൊലോസ്യ ലേഖനം നോക്കിയേ, ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ചുകൊണ്ട് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർത്തിരിക്കുകയും ചെയ്യുന്നവൻ തലയെ മുറുക്ക പിടിക്കാതെ. തലയാര? ക്രിസ്തുവ. തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ തല ക്രിസ്തുവ. ഈ തലയെ നോക്കാതെ വേറെ ഏതിലേക്ക് നിങ്ങൾ പോയാലും അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. ആമേൻ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയുകയാണ് വിചാരമില്ലാത്തവരാണവർ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ല ഇടയൻ. 14ാമത്തെ വാക്യം നോക്കി. അപ്പൊ ഈ ദിവസങ്ങളിൽ ഏത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് യേശു ഉണ്ട്, കർത്താവുണ്ട്. നമ്മളെ അപ്പോസ്തലന്മാരും സ്ലീഹാമാരും നമുക്ക് മുമ്പേയുള്ള വിശുദ്ധന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്, ഞാൻ അവരെ ഒന്നും ഞാൻ എതിർക്കുവല്ല, അവരൊന്നും ഇല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. അവരാണ് ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ പൗലോസ് സ്ലീഹ തന്നെയാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ യോഹന്നാൻ സ്ലീഹ തന്നെയാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അവർ നമ്മളോട് പറയുന്ന എന്നാ നോക്കിയേ, യേശു നിങ്ങളെപ്പറ്റി വിചാരമുള്ളയാളാ. അപ്പൊ ഇപ്പൊ പിന്നെ എന്തുകൊണ്ടാ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇതൊന്നും കാണാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം നിങ്ങൾ മധ്യസ്ഥനായ യേശുവിനോട് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വചനബോധത്തിൻ്റെ അകത്ത് വരാത്തത് കൊണ്ട് നമ്മുടെ വിശ്വാസം എന്നാണെന്നറിയാവോ? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ ലോക്കായി പോകും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയേ, പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എൻ്റെ മധ്യസ്ഥനായ യേശു. അപ്പം മനസ്സിലായാലും എൻ്റെ മധ്യസ്ഥൻ യേശുവാണ്. അപ്പോൾ യേശുവിനോട് എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അപ്പം വചനം മനസ്സിൽ വരണം. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരണം. ഞാൻ വിചാരമുള്ളവനാ ആടുകളെ പറ്റി. എങ്ങനെ വിചാരമുള്ളത്? ചെന്നായി വരുമ്പോൾ ഓടത്തില്ല. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുക. ആരോ പറഞ്ഞു ഇത് പിശാശ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. ഉടനെ ഓർത്തോണം, ഇല്ല പിശാശേ, എന്നെക്കുറിച്ച് വിചാരമുള്ള കർത്താവ്. ബൈബിൾ പറയുന്നു, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ സൂക്ഷിക്കുമെന്ന് ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ അകത്ത് കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്.
അടുത്തത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ യേശുക്രിസ്തു മുഖാന്തരമാ ഞാൻ രക്ഷിക്കപ്പെട്ടത്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ വന്ന എന്നെപ്പറ്റി പറയുന്നു യേശുക്രിസ്തു മുഖാന്തരം. നിങ്ങൾ ആ സ്ക്രീനിലോട്ട് ഈ വാക്യം നോക്കി, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാതെ നോക്കി, പെട്ടെന്ന് നോക്കിയ എബ്രായ ലേഖനം. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. കേട്ടെ, എന്നെ പൂർണ്ണമായും രക്ഷിക്കുവാൻ. അപ്പൊ എനിക്ക് വിടുതലുണ്ടോ എൻ്റെ ബ്രദറെ? എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് എനിക്ക് രക്ഷയുണ്ടോ? ഞാൻ രക്ഷപ്പെടുമോ ബ്രദറെ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ ഒന്ന് പറഞ്ഞേ, ഞാൻ ഈ കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് വല്ലോ രക്ഷയുണ്ടാകുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നാൽ, എങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വന്നാൽ, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഈ മധ്യസ്ഥനായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങളെ രക്ഷിക്കുവാൻ യേശു പൂർണ്ണമായും പ്രാപ്തനാണ്. ഒന്ന് കേട്ടെ. അപ്പൊ ഇനി ദൈവത്തോട് മധ്യസ്ഥ വെക്കുമ്പോൾ അപ്പൊ എങ്ങനെയാണ് ഇനി നിങ്ങൾ എങ്ങനെയാ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു എന്ന് കേട്ടു. ഇനി നിങ്ങൾ എങ്ങനെയാ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത്? ഒന്ന് പറ, ഇത് കേട്ടത് വെച്ച് പറ. എന്റെ കർത്താവ് എല്ലാത്തിലും എന്നെ സൂക്ഷിക്കും. ഇനി നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെയാ? കർത്താവ് എനിക്ക് നല്ല പോലെ അറിയാം എൻ്റെ കർത്താവ് അങ്ങനെ പൂർണ്ണമായും രക്ഷിക്കണ്ട. ഇപ്പൊ ട്യൂണ് മാറിയതുകൊണ്ടോ, പ്രാർത്ഥനയുടെ ട്യൂണ് മാറിയതുകൊണ്ടോ എനിക്കറിയാം കർത്താവ് എന്നെ പൂർണ്ണമായും, എൻ്റെ മധ്യസ്ഥനായ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ യേശുവെ അങ്ങനെ പൂർണ്ണമായും രക്ഷിപ്പാൻ, അങ്ങ് രക്ഷിക്കാൻ പ്രാർത്ഥന എനിക്കറിയാം കർത്താവ്, ഞാൻ രക്ഷപ്പെടും. കണ്ടോ, ഇങ്ങനെയാ മധ്യസ്ഥ പ്രാർത്ഥന പുതിയ നിയമത്തിലെ. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ പൗലോസ്ലീഹായോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞു ഇങ്ങനെ, അദ്ദേഹം പറഞ്ഞത്, സുഹൃത്ത് പറഞ്ഞാൽ ഈ പ്രയറിൽ ഞാൻ പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ കേട്ടിരിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിന് എന്ത് തോന്നും? കാര്യം കർത്താവിന് അത് ബുദ്ധിമുട്ടല്ല, ഇത്രയോ ആൾക്കാർ പ്രാർത്ഥനകളെ, ഇത്രയോ കോടികൾ. അപ്പം അതുകൊണ്ടാണ് കർത്താവ് അപ്പോസ്തലന്മാരെ മധ്യസ്ഥന്മാരാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം അതാകുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പം എല്ലാ പ്രാർത്ഥനയും യേശു കർത്താവ് പിടിക്കേണ്ട കാര്യമില്ല. അത് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടി അവർ മധ്യസ്ഥം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരാ, എനിക്ക് ബൈബിളിൽ നിന്ന് അങ്ങനെ ഒരു വാക്യം എടുത്ത് കാണിക്കാൻ കഴിയുമോ? എനിക്കൊന്ന് വിശ്വസിക്കാനാ ബ്രദറെ, എനിക്ക് നാളെ മുതൽ ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. അപ്പം അങ്ങനൊരു വാക്യമില്ല, അങ്ങനൊരു വാക്യം അവിടെ ബൈബിളിൽ ഇല്ല. അപ്പം എന്തു ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ ബൈബിൾ വായിച്ചപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ കുറേ അന്വേഷിച്ചോട്ടെ. ഞാൻ നിങ്ങളോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയും ബ്രദർ ചുമ്മാ ഓരോ വാക്യങ്ങൾ വിളിച്ച് പറയല്ല. ഞാനിങ്ങനെ കുറേ, എനിക്ക് ഒത്തിരി സംശയം വന്നപ്പോൾ ഞാൻ വായിച്ച സമയത്ത് ഈ എഴുതപ്പെട്ട പൗലോസ്ലീഹ തന്നെയാണ്, ഈ പൗലോസ്ലീഹ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. എബ്രായ ലേഖനം പോലും അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ കൈപ്പടയിലാണ് വന്നിരിക്കുന്നതെന്ന് ചരിത്രത്തിൽ പറയുന്നത്. ഡിബേറ്റുകൾ പലതുകൊണ്ടെങ്കിൽ പോലും ആ ലേഖനങ്ങളുടെ ഒരു ട്യൂണ് നോക്കിയാൽ അത് പൗലോസിലേക്ക് തന്നെ എത്തിപ്പെടുന്നെങ്കിലും പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കാൻ യേശു മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്തിയേ? ക്രിസ്തുവിൽ മരിക്കുന്നവർ അവരിൽ മറയപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ ശിഷ്യനാണെങ്കിലും എത്ര വലിയ അപ്പോസ്തലനാണെങ്കിലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവർ മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മറയപ്പെടുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവന്റെ കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ക്രിസ്തുവിൽ മറയപ്പെട്ടു അവരെല്ലാം ക്രിസ്തുവിൽ മരിച്ചവർ, മറയപ്പെട്ടു പോയി. ക്രിസ്തുവിൽ മരിച്ചവർ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവന്റെ കൂടെ തേജസ്സിൽ വെളിപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. ഇന്ന് യേശു വന്നാൽ നിങ്ങൾ രൂപാന്തരപ്പെടും. ഇന്നലെ മരിച്ച വിശുദ്ധന്മാർ അവിടെ എന്ത് ചെയ്യും? കണ്ണുകൾ തുറക്കും. ആ സമയത്ത് മാത്രമേ അവർക്കും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണക്റ്റഡ് ആകത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ യേശുക്രിസ്തുവിന് എത്ര പ്രാർത്ഥന ലോഡ് കൂടിയാലും പേടിക്കണ്ട, ഒരു കുഴപ്പവും കർത്താവിനില്ല. കർത്താവ് ഫുൾ ചാർജാണ് 24 മണിക്കൂറും. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഇസ്രായേലിന്റെ പരിപാലകനായ എന്റെ കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ലെന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക കർത്താവ്. നമ്മൾ കിടന്ന് ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോൾ കർത്താവ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുക. എന്തിനുണ്ടെന്നറിയാവോ? സദാ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പിശാച് നോക്ക്, എവിടെ ഒരു പഴുതുള്ളത് ഒന്ന് വീഴ്ത്താൻ, എവിടെ ഒരു പഴുതുള്ളത് ഇത് നോക്കി നടക്കുമ്പം തെസ്സലോനിക്ക ലേഖനം പറയാം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ സൂക്ഷിക്കും. കണ്ടോ, കർത്താവ് ഇങ്ങനെ ഇരിക്കുക.
പിശാച് ഇങ്ങനെ തക്കം പാർത്തിരിക്കുക, എപ്പോഴാ ഒന്ന് വീഴിക്കാൻ നോക്കുന്നത്. ഉടനെ പറയണം, എൻ്റെ മധ്യസ്ഥന് ജീവനോടിരിക്കുന്നിടത്തോളം കാലം എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് പ്രാപ്തനാപ്പാ. ആ പ്രതികൂലത്തിന്റെ അകത്തുനിന്ന് പറയണം, ഞാൻ പൂർണ്ണമായിട്ടും രക്ഷപ്പെടുമെന്ന് പറ. എൻ്റെ കൂടെ പറ, ആ വിഷയത്തിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറ, അത്ഭുതം, പൂർണ്ണ അത്ഭുതം ഞാൻ കാണുമെന്ന് പറ. എന്തുകൊണ്ട് 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 പൂർണ്ണ അത്ഭുതം കാണും? എന്തുകൊണ്ട്? യേശുവാണ് നിങ്ങളുടെ മധ്യസ്ഥനെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, യേശു നിങ്ങളുടെ മധ്യസ്ഥനായതുകൊണ്ട്. ബാക്കി ആരുടെങ്കിലും എനിക്ക് അറിയത്തില്ല, വേറെ ആരുടെയും പറ്റി എനിക്ക് ബൈബിളിൽ അറിയത്തില്ല, അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല, വേറെ ആരുടെയും കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ യേശുവാണോ മധ്യസ്ഥൻ, പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. രോഗമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, കുടുംബ തകർച്ച ആയിക്കോട്ടെ, തലമുറയുടെ വിഷയമായിക്കോട്ടെ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ, തല പോകുന്ന വിഷയമായിക്കോട്ടെ, പൂർണ്ണമായും യേശു നിങ്ങളെ രക്ഷിച്ചിരിക്കും. തട്ടിമുട്ടിയല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ബ്രദറെ എന്നുള്ള പരിപാടിയല്ല, പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ്. ആമേൻ. അപ്പൊ ഈ കർത്താവിനെയാണ് നിങ്ങളും ഞാനും എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞോട്ടെ, ഏത് വലിയ പ്രതിസന്ധി വന്നാലും നിങ്ങൾ പറയരുത് ഞാൻ ഒറ്റയ്ക്കാന്നല്ല, ഞാനും എൻ്റെ മധ്യസ്ഥനായ ക്രിസ്തു ഉണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ മധ്യസ്ഥനായ ക്രിസ്തു ഉണ്ടെന്ന് പറ. മധ്യസ്ഥനായ ക്രിസ്തുവും എന്റെ കൂടെയുണ്ട്. എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനായ എൻ്റെ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ ഈ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട്. ഞാനിതെല്ലാം പറയുമ്പോൾ ബൈബിളാണ്, നിങ്ങൾ മാറിപ്പോരുത്. നിങ്ങൾ നാളെ എന്ത് ചെയ്യരുത്, ദൂതന്മാരെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനും ഗബ്രിയേൽ ദൂതനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഗബ്രിയേൽ ദൂത എൻ്റെ കാര്യത്തിലേക്ക് ഒരു ക്രമീകരണം കൊണ്ടുവരണേ, എൻ്റെ കാര്യത്തിലേക്ക് ക്രമീകരണം കൊണ്ടുവരണേ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊലോസ്യ ലേഖനം കണ്ടപ്പോഴാണ് ദൂതന്മാരെ ഞാൻ ആരാധിക്കുക, തലയെ മുറുക്കെ പിടിക്കുന്നില്ല. തലയാര? ക്രിസ്തുവാ. ക്രിസ്തുവിലേക്ക് എന്റെ നോട്ടം പോകുന്നില്ല, ഞാൻ മധ്യസ്ഥന്റെ പുറകെ. കാര്യം ഞാൻ നോക്കിയപ്പോൾ യേശുവിന് ചിറകില്ല, യേശുവിന് 10 അടി പൊക്കമില്ല. കാര്യം ദൂതന്മാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയാനകമായ രൂപമാണ് അവർക്ക്. രണ്ടുകൊണ്ട് മുഖം മറയ്ക്കുന്നു, രണ്ടുകൊണ്ട് ആരാധിക്കുന്നു. കിരൂബുകൾ, സറാഫുകൾ, ഒത്തിരി ആളുകൾ അവിടെയുണ്ട്. അവർ ഖജാന ബാഹുവായ മനുഷ്യന്മാരാണ്. ഒറ്റ രാത്രി കൊണ്ട് 1,00,000-ലധികം ആളുകളെ ദുഷ്ടന്റെ പാളയത്തിൽ ഇറങ്ങി കൊല്ലുവാൻ ശക്തിയുള്ളവരാണ്. നിമിഷ നേരം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. എന്തിന്? പിശാചിനെ പോലും തള്ളിയിടുവാൻ, താഴെ ഇടുവാൻ ശക്തിയുള്ളവരാണ്. നമുക്കിത് കണ്ടപ്പോൾ ഒന്ന് കണ്ണ് മഞ്ഞളിച്ചു പോയി. ഞാൻ വിചാരിച്ചു, എൻ്റെ ഗബ്രിയേൽ മാലാഖയെ, എൻ്റെ മിഖായേലെ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, യേശുവിനോടൊന്ന് പറ, അത് കാര്യങ്ങൾ റെഡിയാക്കി തരാൻ വേണ്ടി. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഗബ്രിയേൽ ദൂതനേക്കാൾ, മിഖായേലിനേക്കാൾ വലിയവനായ എൻ്റെ കർത്താവാണ് എൻ്റെ മധ്യസ്ഥൻ. എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു, ഈ ദൂതന്മാരൊക്കെയും രക്ഷിക്കപ്പെട്ടവരുടെ സേവ ചെയ്യുവാൻ വേണ്ടി ഞാൻ ആക്കി വെച്ചിരിക്കുന്ന സേവകാത്മാക്കളാണ്. എൻ്റെ അർത്ഥം, നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മർമ്മം മനസ്സിലാക്കി മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് നീക്കുപോക്കുകൾ ഉണ്ടാകും. അല്ലാതെ പക്ഷം, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളാണ് നമ്മുടെ വിശ്വാസം. തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ പ്രാർത്ഥനാ വാചകം നമ്മുടെ വിശ്വാസവുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഹല്ലേലൂയ. പിശാച് നമ്മുടെ പ്രാർത്ഥനയെ ചാടിക്കയറി പിടിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഒരു അത്ഭുതം നടന്നാൽ, ഒരു ദൈവപ്രവൃത്തി നടന്നാൽ എപ്പോഴും വചനപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നവരാകണം നിങ്ങൾ. ലോകത്തിൽ ഇഷ്ടം പോലെ, ഞാൻ പറയും, ആരെ പിടിച്ചാലും ഊരി കിട്ടുമെന്ന് പറഞ്ഞ നാട്ടുകാർ നടക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ കൂടരുത്. എൻ്റെ അത്ഭുതം യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സമയത്ത് ആരും സംശയങ്ങൾ ചോദിക്കേണ്ട. സംശയങ്ങളൊക്കെ എനിക്കറിയാം വരും. അതൊക്കെ നിങ്ങൾ വാട്സാപ്പിലേക്ക് സംശയം ചോദിച്ചാൽ മതി. ഈ വചനം തന്നെയും പിന്നെയും കേൾക്കുക. അപ്പോൾ ഇനി മുതൽ ധൈര്യപ്പെടണം. എൻ്റെ മധ്യസ്ഥൻ. യേശു പറഞ്ഞല്ലോ, ആടുകൾക്കും കൂലിക്കാരനും ഇടയനുമായവർ ചെന്നായി വരുമ്പോൾ, ഓടിപ്പോകുമ്പോൾ അവർക്ക് എന്തില്ല? ആടുകളെ പറ്റി വിചാരമില്ല. ഞാൻ നല്ല ഇടയൻ. എനിക്ക് വിചാരമുണ്ട്. ഒരു ഉറപ്പുറ, നിങ്ങൾ കരയുമ്പോൾ ഈ കൂലിക്കാരൻ പറയും, ഇനിയിപ്പോൾ ഞാൻ എന്നെ അങ്ങ് എടുക്കുക. പ്രാർത്ഥനക്കാരനായ ബ്രദർ പറയും, സഹോദരി ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കാന്നേ. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ബ്രദറിന് അറിയാൻ മേലഞ്ഞിട്ട്, കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് ബലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ഞാൻ എൻ്റെ പാട്ടിന് പോവും.
ഞാൻ ചുമ്മാ അങ്ങ് പറയാം കേട്ടോ, ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോവും. ഞാൻ 100,000 കാര്യത്തിൽ ഇങ്ങനെ ഇൻവോൾവ്മെൻ്റാ, ബാക്കി നിങ്ങൾ ഒറ്റയ്ക്കാ അവിടെ. പക്ഷെ ഒറ്റയ്ക്കല്ല, ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കസേരയ്ക്ക് തൊട്ടടുത്ത് തന്നെ എൻ്റെ മധ്യസ്ഥനായ യേശു വന്നതിനോട് പറയാണ്, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ഞാൻ ജീവിക്കുക. ഇപ്പം മരിച്ചടക്കപ്പെട്ടില്ല. എനിക്ക് വേണ്ടി ഒരു മഹാൻ ഉണ്ടായിരുന്നല്ല ഞാൻ പറയുന്നത്. ഇന്നും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, യേശു ഉയർത്തു. ലോകത്തിൽ ഇന്നും കാണാൻ പറ്റും, ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ. ഇസ്രായേലിൽ കല്ലറയുണ്ട്, അവൻ ജീവിക്കും. എന്തിനു വേണ്ടിയെന്നറിയാവോ? എനിക്ക് വേണ്ടി പക്ഷപാതം. എനിക്ക് ആലോചിച്ചു, കർത്താവേ, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുക. അപ്പൊ എനിക്ക് വേണ്ടി യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാനത് പറഞ്ഞ, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കല്ലേ, ചാടി വീഴണം. കാര്യം എനിക്ക് വേണ്ടി 24 മണിക്കൂറും ജീവിക്കുന്ന കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഓർത്തോണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. യേശുവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നപ്പ, വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും നന്ദി പറഞ്ഞു. യേശുവേ, ഞങ്ങളങ്ങ് വാഴ്ത്തുന്നപ്പോൾ ഇന്ന് ഈ വചനം കേട്ട പ്രകാരം ലോകത്തിൽ അവിടെ ഇവിടെ എല്ലാം പോയി കൈകൂപ്പി നിന്ന് അതും ഇതും പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തു, നിങ്ങൾ പിശാചിന് തല താഴ്ത്തി കൊടുക്കുക. ദൈവം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയാണ്. വചനം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്തൊരു ആശ്വാസം കിട്ടിയേക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, യേശുവാകുന്ന നല്ല ഇടയൻ എനിക്കുള്ളപ്പോൾ എനിക്ക് യേശുവിനെ വിട്ട് ഒരു നന്മ വേണ്ട. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ കർത്താവിനെ വിട്ട് ചോര അനുഗ്രഹം ഉണ്ട്. പറഞ്ഞോട്ടെ, കർത്താവില്ലാത്ത ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട, കർത്താവിനെ വിട്ടേച്ചൊരു അനുഗ്രഹവും എനിക്ക് വേണ്ട. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാൽ യേശുവെ അങ്ങേ കളഞ്ഞിട്ട്, ബൈബിളിൽ നമ്മളൊരു പണ്ടൊരു പാട്ടില്ല, ഈ മണ്ണെ പ്രതി മാണിക്ക് ഞാൻ വിടത്തില്ലെന്നാ പറയുന്നത്. കർത്താവിനെ വിട്ടേച്ച് എനിക്ക് ഒരു പരിപാടിയും വേണ്ട. ഇനി എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും പറയണം, എനിക്ക് എൻ്റെ കർത്താവ്, എനിക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവിനെ മറന്നുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ ഒരു ദൂത പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ അവിടെ ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾ ആ ദൂതനെ വണങ്ങേണ്ട കാര്യമില്ല, നമസ്കരിക്കേണ്ട കാര്യമില്ല, അവൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ട കാര്യമില്ല. ഞാൻ അവരെ കുറച്ച് കാണുമല്ല, അവരെ കൊച്ചായി കാണുമല്ല, അവരുടെ ശക്തിയെ ഞാൻ തിരസ്കരിക്കുകയല്ല, അവരെ ചെറുതായി കാണുമല്ല. പകരം അവരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മക്കളാണ്. അവരെ കുറച്ച് നിങ്ങൾ തെറ്റുകേട്ടോ. നിങ്ങൾ ഒരിക്കലും അവരെ ഞാൻ റിജക്റ്റ് ചെയ്താട്ടോ, അവരെ ഞാൻ ലഘൂകരിച്ചു എന്നൊന്നും ചിന്തിക്കരുതേ. അവർ ദൂതന്മാർ, ശക്തന്മാരാണ്. പക്ഷേ അവരെ ആരാധിക്കുവാൻ നമുക്ക് പറ്റത്തില്ല, അവരെ സേവിക്കുവാൻ പറ്റത്തില്ല. നമുക്ക് തലയെ മുറുക്കെ പിടിക്കണം. യേശുവിനെ മാത്രമേ ആരാധിക്കുക, ദൈവത്തെ മാത്രമേ നാം ആരാധിക്കാവുള്ളൂ. നന്ദി കർത്താവേ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച യേശുവേ, പരിശുദ്ധ ആത്മാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. എൻ്റെ കർത്താവ് ഒരു 1983 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി, 1983 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേലും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേലും കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ പോകുന്നത് ഞാൻ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ, ആ വ്യക്തിക്ക് വേണ്ടി ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ, ഇന്ന് വലിയ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് അവിടെ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ വീടിൻ്റെ അകത്ത് തന്നെ കയറി വരുമ്പോൾ ഹോളിൽ ഈ ചുവന്ന കളറിലൊരു ഒരു ബോക്സ് പോലത്തെ എന്തോ ഒരു ബോക്സ് പോലിരിക്കുന്ന ഒരു സംഭവം, ആ ഒരു ഷെൽഫിലിരിക്കുന്ന ബോക്സ് അല്ല, അങ്ങനെ ഒരു ഷേപ്പിലുള്ളൊരു സംഭവമാണ്. റെഡ് കളറിലായിരിക്കുന്നത്, നല്ല റെഡ് കളറിലാണ് അതിരിക്കുന്നത്. ആ ഒരു സംഭവം ഇരിക്കുന്ന ഒരു ലോഞ്ച്, ഒരു ഹോള് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു അടയാളം പറയുകയാണ്. ആ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ആ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ ആലോചന ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുമായിട്ട് ആലോചനയിൽ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ സൂമിലായിക്കോട്ടെ നിങ്ങൾക്ക് പ്രതികരിക്കാം, ഫേസ്ബുക്കിലായിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈവിൽ കാണുന്നവർ നിങ്ങൾ അവിടെ ഇരുന്ന് കമൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്നതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് മ്യൂട്ട് മാറ്റി പറയാൻ വേണ്ടിയാണത്. അല്ലെങ്കിൽ മൈക്ക് എല്ലാവരും പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ, പറഞ്ഞു. എന്റെ പേര് അനി എന്നാണ്. ഇത് എന്റെ വീടാണ്. പിന്നെ ഇത് ബ്രദർ പറഞ്ഞ പോലെ ചുമന്ന ഇങ്ങനെ തുണി വെക്കുന്ന ചെറിയ ചെറിയ ബോക്സസ് ഉണ്ട്. അത് കബേർഡിൽ ഇരിപ്പുണ്ട്. 4 ഇപ്പം തന്നെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കാര്യങ്ങളിൽ കുറച്ച് വിഷമമുണ്ട്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത് അത്ഭുത സിസ്റ്ററെ. ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഞാൻ ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കർത്താവ് എന്നെ എബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കർത്താവ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ടൊരു സ്പർശനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകണമെന്ന് പറയുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലപ്പ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയൊരു മഹത്വത്തെ കർത്താവ് ഇന്ന് അയക്കുന്നില്ല. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുകയാണ്. ആ വ്യക്തി നോക്കുന്ന ഒരു പോയിന്റ് ഞാൻ കർത്താവ് എന്നെ കാണിക്കും. ആ വ്യക്തി നോക്കുന്ന ഒരു പോയിൻ്റാണ് ഈ ഒരു വീടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഔട്ട് ഹൗസ് പോലത്തെ. അത് വീടിൻ്റെ മോഡൽ പണിത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിപ്പം യൂസ് ചെയ്യുന്നില്ല. അത് പണി തീരാതെ തേക്കാതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് തേക്കാതിട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ടൈപ്പിലാണ് അത് പണിതേക്കുന്നത്. ഒരു വീട് പോലെ പണിയാൻ ആരംഭിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഔട്ട് ഹൗസിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അതായത് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് തേച്ചിട്ടില്ല, അതിങ്ങനെ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തി നോക്കുന്നത്, ഞാൻ ഈ കേൾക്കുന്ന വ്യക്തി കാണുമ്പോൾ ഇദ്ദേഹം ഒരു പറമ്പിലാണ് ഈ വീടിരിക്കുന്നത്, ഈ സംഭവം ഇരിക്കുന്നത്. പക്ഷെ അവിടെ ചുമ്മാ ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടക്കുവാണ്. ഈ വ്യക്തിക്ക് ഇത് കാണാം. ഈ നോക്കിയിരിക്കുന്ന വ്യക്തിയെയാണ് കർത്താവ് എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നത്. എൻ്റെ കർത്താവ് പറഞ്ഞ് പലപ്പോഴും അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഭയവും ഒരു ഭാരവും ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു ഭയത്തിൻ്റെ ചിന്ത ഉള്ളിൻ്റെ അകത്തുള്ളൊരു വ്യക്തിയാണിത്. ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആകുലത കൊണ്ട് പലപ്പോഴും പിശാച് പറ്റിക്കാൻ നോക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഹൃദയത്തിൻ്റെ മേൽ കൈവച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പറയണം, കർത്താവേ, ഞാൻ ഇന്ന് ഈ ഭയത്തിൻ്റെ അകത്തു നിന്നും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ഇത് ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സമാധാന വ്യക്തിയുടെ മേൽ റിലീസാകട്ടെ. കർത്താവ് നിങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ മധ്യസ്ഥൻ യേശുവാണ്. ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങളെ അകപ്പെടാതെ വേണം ഞങ്ങളെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ ഭയം വിട്ടുമാറി സമാധാനം ആ വ്യക്തിയുടെ ഉള്ളത്തിൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു നാൻസി എന്നു പേരുള്ള ഒരു സിസ്റ്ററുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. നാൻസി എന്നു പേരുള്ള ഒരു സിസ്റ്ററുള്ള ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവുണ്ട് പറയുകയാണ്. നിങ്ങൾ ഈ പറയുന്ന വ്യക്തി മുഖാന്തരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ളൊരവസരത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കാൻ, അതായത് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി തുറക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ ആ സമയത്ത് ആക്കി വെക്കും. ആ സമയത്ത് ടെൻഷൻ ആകണ്ട, ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളെ ആ വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ആക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവരല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തോണം. ഞങ്ങളുടെ പെങ്ങളുടെ മകളാണ് ഞാൻ.
നാൻസി. ആ വ്യക്തിക്ക് ആ ആൻസി നാൻസി രണ്ടാളും സിസ്റ്റർ തന്നെ. ആൻസിക്ക് വേണ്ടിയാണ് സിസ്റ്ററെ. അപ്പോൾ ആൻസിക്ക് വേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥന ആ വ്യക്തിയുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം മറക്കരുത്. അപ്പം ആ ഒരു വിഷയം വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ടെൻഷൻ ആകരുത്, അവിടെ പതറിപ്പോകരുത്. ദൈവം ഓർപ്പിക്കുകയാണ്, ആ വ്യക്തിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ, അത്ഭുതം ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് ഇന്ന് തീർക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. പല സമയങ്ങളിൽ വീടിൻ്റെ 2 വശത്തായിട്ട്, അതായത് ഇരുവശങ്ങളിൽ, വീടിൻ്റെ മുൻവശത്ത് ഇരുവശങ്ങളിലായിട്ട് കപ്പ, ഇങ്ങനെ നമുക്കറിയില്ല, കപ്പ കൃഷി ഇടയ്ക്ക് ചെയ്യുന്നൊരു ഭവനം, ഇരുവശത്തും ഇടതും വലതും, വീടിൻ്റെ മുമ്പിൽ ഇടതും വലതും ചെയ്യുന്നൊരു ഭവനമാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നെ അവിടെ ഒരു ആൺ തലമുറ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തലമുറയിൽ, ആ കുടുംബത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു അപ്പച്ചൻ്റെ ഒരു ഫയൽ ചിത്രം, ഒരു ഫയൽ, ഒരു നമ്മുടെ ആൽബത്തിൽ ഒരു ഫയൽ കാണുന്നു. ആൽബത്തിലെ ഫയലിലിരിക്കുന്ന അപ്പച്ചൻ്റെ ഫോട്ടോ, എന്നെ ജോസ് എന്ന് പേരുള്ള ഒരു അപ്പച്ചൻ്റെ ഫോട്ടോ, ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തിലെ ജോസ് എന്ന് പേരുള്ള അപ്പച്ചൻ്റെ ഫയൽ, അതായത് അപ്പച്ചനെ ഞാൻ കാണുന്നില്ല, അപ്പച്ചൻ്റെ ഫോട്ടോയെ കാണുന്നുള്ളൂ. അതൊരു ഫയലിലിരിക്കും. ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബത്തിലിരിക്കുവാണ്. ഈ പറഞ്ഞ വീട്ടിലുള്ള വ്യക്തിയാണ്. പിതാക്കന്മാരുടെ കാലം മുതൽ വീടിൻ്റെ അകത്ത്, അതായത് ഈ ജോസ് എന്ന് പറയുന്ന അപ്പച്ചൻ്റെ കാലത്ത് ഞാൻ കാണുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട്, അതായത് ആ കാലത്തിൽ മറ്റൊരു വ്യക്തിയുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ പിന്നീട് കുടുംബത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ പോലും തമ്മിൽ ആ ജനറേഷനിലുണ്ടായ തലമുറകളെ പോലും തമ്മിൽ പല തവണ എതിർക്കുവാനും അകറ്റുവാനും നോക്കുന്ന ചില പദ്ധതികളെ ഇന്ന് ആ കുടുംബം വിട്ട് മാറാൻ വേണ്ടി പോവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനമാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ പദ്ധതി അവിടെ തുറക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്നവിടെ ഇടപെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിലപ്പോൾ കുടുംബത്തിൻ്റെ മേൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരട്ടെ, എല്ലാ പ്രതിസന്ധികളും തീരട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ അടയാളം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. നിങ്ങളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിലെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ പേര് ജോസ് എന്നാണ്. ആ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേരിലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം സിസ്റ്റർ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണത്? ആണ്. സിസ്റ്റർ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ സമാധാനം വരാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അടയാളങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതൊന്നും നമ്മളൊരു വ്യക്തിയോട് പറയുന്നതല്ല. എൻ്റെ ഭവനം ഇങ്ങനെയാണ്, എൻ്റെ ഭവനത്തിൽ ഇതുണ്ട്, എൻ്റെ ഭവനത്തിൽ ആൽബത്തിൽ ഇങ്ങനെ ഫോട്ടോ ഇരിപ്പുണ്ട്, അങ്ങനെയൊന്നും നമ്മളാരോടും പറയുന്നതല്ല. പക്ഷേ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഈ നിമിഷം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ കയറിക്കൂടിയത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകുകയാണ്. കുടുംബത്തിൻ്റെ നിർത്തുന്നു. കർത്താവിൻ്റെ സാക്ഷി അവിടെ ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനൊരു മറ്റൊരു വ്യക്തിയെ കാണുന്നു. അതേപോലെ തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ബാഗല്ല, ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്ത് 520 എന്നുള്ള ഒരു സംഖ്യ, ഒരു അക്കൗണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അക്കൗണ്ട് കാണാൻ കാരണം ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് കർത്താവ് തൊടുകയാണ്. 520 എന്നുള്ളൊരു എമൗണ്ട് അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുവാണ്. ഇപ്പോൾ ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമൃദ്ധി തുറക്കാൻ വേണ്ടി പോവാണ്. എന്നോട് വാക്ക് ദൈവം പറയുകയാണ്, വായ്പ മേടിക്കാൻ ഇടവരത്തില്ല. ഒത്തിരി ലജ്ജ അനുഭവിച്ച വ്യക്തിയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൻ്റെ അകത്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് ഞാൻ ആ വ്യക്തിയെ ബ്ലെസ് ചെയ്യുവാൻ കർത്താവ് പറയുന്നു. നിങ്ങളുടെ ഫിനാൻസിൻ്റെ മേഖലയെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓടിപ്പോയി അക്കൗണ്ട് ചെക്ക് ചെയ്യുക. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഫോണിലോ വല്ലതും ചെക്ക് ചെയ്യുക. അക്കൗണ്ട് എന്നിട്ട് യേശുവിൻ്റെ നാമ സിസ്റ്ററുടെ ആണോ
പറയാൻ വേണ്ടിയാണെങ്കിൽ മ്യൂട്ട് മാറ്റാവുള്ളൂ, അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റേണ്ട. അതാരാണോ അക്കൗണ്ട് വേഗം തുറക്കുക. അത് നിങ്ങൾക്ക് ഫോണിലൂടെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെക്ക് ചെയ്യുക. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കരമെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ തന്നെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ. എന്റെയാണ്. സിസ്റ്ററുടെ അക്കൗണ്ടാണത്. അതെ. ഈ എമൗണ്ട് പറഞ്ഞതുപോലെയാണോ സിസ്റ്ററുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്? ആ എന്നോട് വല്ലോ ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഞാൻ ഒരുപാട് കാശുള്ള ആളായിരുന്നു. പക്ഷെ ഞാനിപ്പൊ ഇങ്ങനെ ആയിപ്പോയതാണ്. എനിക്ക് അത് പുറത്ത് പറയാൻ ലജ്ജയുണ്ട്. ഇത് വലിയൊരു അത്ഭുതമാവട്ടോ. നിങ്ങൾ എത്ര പേര് ആലോചന കേട്ടായിരുന്നു? എത്ര പേര് ഇത് കേട്ടു? എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആയിപ്പോയല്ലോ എന്ന് വെച്ച്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സിസ്റ്റർ ഒന്ന് പറഞ്ഞേ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ആ സിസ്റ്റർ മാത്രമേ പറയാവുള്ളേ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും. സിസ്റ്റർ മ്യൂട്ട് പറയുന്ന ആൾ, പ്രതികരിച്ച ആൾ ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എനിക്ക് ഒരുപാട് പൈസ ഉള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് എത്രയോ ആൾക്ക് ഉപകാരമൊക്കെ ചെയ്തു. ഇപ്പൊ എനിക്ക് ഇല്ലാണ്ടായിപ്പോയതുകൊണ്ട് ഇന്ന് എന്റെ അക്കൗണ്ടിൽ ഞാൻ നോക്കിയിട്ട് വല്ലാണ്ട് വിഷമിച്ചു. എനിക്ക് എന്നാ എങ്ങനെ ലജ്ജ കാരണം പറയാൻ പോലും നാണുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയാൻ. സിസ്റ്ററെ, ദൈവം എത്രത്തോളം, ഞാൻ കർത്താവ് എത്രത്തോളം കാണുന്നു നമ്മളെ. നിങ്ങളെ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ല, എല്ലാം ഉണ്ടായിരുന്ന ദൈവം ഇടപെട്ടോ. നീ വായ്പ മേടിക്കത്തില്ല, തല കുനിക്കത്തില്ലെന്ന് കർത്താവ് ഇടപെടുമ്പോൾ. സിസ്റ്റർ ഈ വിഷയം വല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാതെ വെച്ചതാണ്. എനിക്ക് ആരോടും വായ്പ വാങ്ങിക്കാൻ നാണക്കേടാണ്. പറയാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച്, കർത്താവ് എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയെ തൊട്ടെന്ന്. ആ അക്കൗണ്ടിലുള്ള എമൗണ്ട്, ആ ഒരു തുക തന്നെ, എനിക്കതാണ് വലിയ അതിശയം. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്ന കാര്യം, ആ തുക തന്നെ, ആ വ്യക്തിയെ തന്നെയാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വ്യക്തിയുടെ ഇനി നീ വായ്പ വാങ്ങത്തില്ല, തല കുനിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? വല്ലവരുടെയും മുമ്പിൽ തല കുനിച്ച് അങ്ങനെ നിൽക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആലോചിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു മധ്യസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ യേശുവെ, ഇന്ന് സിസ്റ്ററെ ആ കയ്യിലോട്ട് എന്താ ATM ആണോ ഉള്ളത്, പേഴ്സാണോ ഉള്ളത്, വേഗത്തിലെടുത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവം തന്ന അധികാരത്തിൻ്റെ മേലെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മിറക്കിൾ മണി വരാൻ പോവുക. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനും കൈ നീട്ടുന്നതല്ല. ഇന്ന് അബ്രഹാമിനെ വർദ്ധിപ്പിച്ചതുപോലെ, യാക്കോബിനെ വർദ്ധിപ്പിച്ചതുപോലെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തുനിന്ന് മന്ന കൊഴിച്ചതുപോലെ, മത്സ്യത്തിൻ്റെ വായിൽ ഇന്ന് പത്രോസ്ലിഹയ്ക്ക് കരമടയ്ക്കേണ്ട പണം വന്നതുപോലെ, യേശുവിൻ്റെ നാമത്തിൽ 5 അപ്പം കൊണ്ട് 5,000 ഇതാ വരാൻ വേണ്ടി പോകുന്നല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് പിടിച്ചു മേടിക്കുമല്ല. മിറക്കിൾ മണി ഏലിയാവിന് വേണ്ടി കാക്കയെ ഒരുക്കിയതുപോലെ, ഇന്ന് ആ വിധവയുടെ കരത്തിൻ്റെ അകത്ത് എണ്ണ വർദ്ധിച്ചതുപോലെ വർധന വരാം. ഞാൻ മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിനെ സിസ്റ്ററെ വലിയ സാക്ഷ്യമാകാൻ വേണ്ടി അക്കൗണ്ടിലേക്ക് മിറക്കിൾ മണി വരാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. ആ ഫിനാൻഷ്യൽ മേഖലയെ റിലീസ്. ഇത് ഈ സിസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ള കേട്ടോ. വേറെ നിങ്ങൾക്ക് നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി. പക്ഷേ ഈ ദൂത്, ഈ പ്രവചനം സിസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം റിലീസ് ചെയ്ത സമയത്ത് ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പുറകെ വരുമെന്ന വചനത്തെ ഊട്ടി ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിച്ച് പ്രിയമകളുടെ മേലെ അത് അയക്കുന്നു. അക്കൗണ്ടിനെ റിലീസ് ചെയ്യുന്നു. കർത്താവ് ആ തുക 520 എന്നുള്ള തുക സ്വർഗം വെളിപ്പെടുത്തിയതാണെങ്കിൽ, കർത്താവ് ആ ചില്ലറ പോലും ദൈവം അറിയുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ വർധനവിനെയും ദൈവം അറിയുന്നു. അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സിസ്റ്റർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഈ സിസ്റ്റർക്ക് വേണ്ടി മാത്രമാണത്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അപ്പം അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പം ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഡോൾഫിൻ മീനിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാവയാണോ അതോ ഒരു ചെറിയ ചിത്രമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചെറുതാണ് ഞാൻ കാണുന്നത്. അതുപോലത്തെ ഒരു ഡോൾഫിൻ്റെ ഒരു ഇത് കളറ് പോലത്തെ, അത് ഇങ്ങനെ ആ ഒരു ഡോൾഫിൻ്റെ ഒരു ഡോളാണ്, ചിത്രമല്ല ഡോളാണ്. ആ ഡോൾ ഇങ്ങനെ ഒരു പാവ, അതായത് അങ്ങനത്തെ ഒരു പാവ, ചെറിയ പാവ, അതുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനത് കാണുന്ന ഒരു മേശപ്പുറത്താണ് അതിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഒരു മേശ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ മേശ ഇട്ടിരിക്കുന്ന ആ മുറിയിൽ ഇരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു.
ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്ലാന് കർത്താവ് റിലീസാകുകയാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവിന് തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, ആ കുടുംബം, ആ പ്രത്യേകിച്ച് ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റി? എന്റെ മോളുടെ വീട്ടിലാണ് ബ്രദറെ. സിസ്റ്ററുടെ മോളുടെ വീട്ടിലാണോ? കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഇത് മേശപ്പുറത്ത് ടേബിളിൽ കുറെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ടോൾസ്, അതിന്റെ കൂടെ ചെറുത് ഇതുണ്ട്. സിസ്റ്റർ കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടുണ്ട്, ഞാൻ ഡെയിലി പോകുന്നു. എന്നാൽ ആ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു സമാധാന അന്തരീക്ഷത്തെ തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ഉയർച്ചയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ഭവനം പണിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവരോട് ചോദിക്കണം, പ്രത്യേകിച്ച് ആ ഭവനവുമായിട്ട് ചോദിക്കണം. ആ ഭവനത്തിൽ മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്നതായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ബന്ധം, കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരു വ്യക്തി വീടിൻ്റെ അകത്തോട്ട് വരുന്നതും അവർക്ക് വേണ്ടി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് അവരെ വിടിവിക്കുന്നതിന് നന്ദി പറയുന്നപ്പ, അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നു, 1993 ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി, 1993 ജൂൺ മാസത്തിൽ ജനിച്ച ഒരു തലമുറയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നതായിട്ട് പറയുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കർത്താവുണ്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ജനനം മുതൽ ഈ ഒരു സമയം വരെ പലപ്പോഴും പല വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ തലമുറകളുടെ മേൽ വലിയ തൻ്റെ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ തലമുറയെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് അത് തീരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഭാവിയുടെ വാതിലുകൾ തുറക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുമ്പോൾ യേശുവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് മ്യൂട്ട് മാറ്റിയത് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണം. മ്യൂട്ട് മാറ്റിയത് സിസ്റ്ററുടെ മോളാണ് ഈ പറഞ്ഞത്. 93 ജനിച്ചത്. അമ്മക്ക് വേണ്ടി ഇന്ന് ജൂൺ മാസത്തിൽ ജനിച്ചേക്കുന്നത്. ഇന്ന് ഭാവിയുടെ ഒരു വാതിൽ ഇന്ന് തുറക്കാൻ വേണ്ടി കർത്താവ് പറയുന്നു. അവർക്ക് വേണ്ടി പലപ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ച, പലതും അടയ്ക്കാൻ നോക്കിയതാണ്. ജനനം മുതൽ ഈ ഒരു സമയം, കഴിഞ്ഞ ദിവസവും കൂടെ എന്തൊക്കെയോ ആകുലതകൾ, ഭാരങ്ങളൊക്കെ കയറി വന്നതാണ്. പക്ഷേ ആ മോളെ ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, വലിയൊരു പൊസിഷനിലേക്ക് അവൾ പോകും. ആ മകള് മുഖാന്തരം കുടുംബത്തെ ദൈവം വലിയൊരു അനുഗ്രഹമാക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ആ മകളെ കേന്ദ്രീകരിച്ച് തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആഴങ്ങളിലേക്ക് പോട്ടെ കർത്താവേ, കുടുംബങ്ങളുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ഇറങ്ങിച്ചെല്ലണേ അപ്പാ. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, പിന്നെയും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ അപ്പാ, അങ്ങ് തൊടുന്നല്ലോ അപ്പാ. ഞാൻ കാണുന്നൊരു വ്യക്തിക്ക് വേണ്ടി പിന്നെയും കർത്താവ് എന്നെ കാണിക്കുന്നത്, 2016 സൗദി അറേബ്യയിൽ ഞാൻ കാണുന്നത്, 2016 സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കണം. പക്ഷേ ഈ കേൾക്കുന്ന വ്യക്തി ഇപ്പം സൗദി അറേബ്യയിലല്ല. ഈ വ്യക്തി ഇപ്പം നാട്ടിലാണ് ഇരിക്കുന്നത്. ആ വ്യക്തി ഇപ്പം ആ നാട്ടിൽ തൻ്റെ ഭവനത്തിലാണ് ഇരിക്കുന്നത്. 2016 എന്നുള്ള ഡേറ്റും ഈ സൗദി അറേബ്യ എന്നുള്ളത് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി നാട്ടിലുണ്ട്. ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു നിരാശയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ സമയം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഭാരപ്പെടേണ്ട. കർത്താവിനോട് പറയുന്നു, വലിയൊരു യാത്ര കുടുംബത്തിൻ്റെ അകത്തുനിന്ന് മറ്റൊരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കും. ആ വ്യക്തി മുഖാന്തരം ഈ യാത്രയ്ക്കകത്ത് വലിയ നന്മയുടെ വാതിലുകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ തുറക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നോട് കർത്താവ് പറഞ്ഞ് മാറുകയാണ്. എല്ലാ മേഖലയ്ക്കകത്തും ഫലം കായ്ക്കുന്നവരാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപ അവിടെ ചൊരിയുന്നല്ലോ, വലിയ കൃപകളെ കർത്താവ് ചൊരിയുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിൽ ഒരു മനോജിനെ ദൈവം കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനോജിൻ്റെ മൂത്ത സഹോദരൻ, ഇവർ 3 പേരാണ്. ഈ മനോജിന് 3 പേരുണ്ട് ആ കുടുംബത്തിൽ. മനോജിനെ കൂടാതെ 2 പേര് കൂടെയുണ്ട്. ഈ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ 1, 2, 3 നടുക്ക് നിൽക്കുന്ന ആൾക്ക് ഇച്ചിരി ഹൈറ്റുള്ള, ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് കാണുന്നത്. നടുക്ക് നിൽക്കുന്ന മനുഷ്യന് ഇച്ചിരി വലിപ്പമുണ്ട്. മറ്റ് 2 പേരെ അപേക്ഷിച്ച് ഇച്ചിരി വലിപ്പമുള്ള ആളാണ് നടുക്ക് നിൽക്കുന്നയാൾ. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുവാനോട് പറയുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവം ആ കുടുംബത്തെ ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അന്ന് ചിലപ്പോൾ നമുക്ക് വേണ്ടി, ചിലപ്പോൾ നല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ വ്യക്തിയെ ഓർത്ത് മറക്കരുത്, എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന ഭവനത്തിൻ്റെ മേൽ പ്രത്യേകിച്ച് നടുക്ക് നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. നടുക്കത്തെ ആൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവാണ്. ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോവാണ്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ പതറിപ്പോകരുത്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്, ബലപ്പെട്ടോണം. കർത്താവ് നിങ്ങളെ സാക്ഷിയാക്കാനാണ് പദ്ധതി, തോറ്റുപോകാനല്ല, സാക്ഷിയാക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമോ വിശ്വസ്തൻ, അവൻ നിവർത്തിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മ്യൂട്ട് മാറ്റിയത് പറയാനല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ, പറയാനല്ലെങ്കിൽ. ഹലോ ബ്രദറെ, മനോജ് ഞാൻ. എന്റെ ഒരാളുണ്ട്, ഇളയതൊരാളുണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ആള് പറഞ്ഞ പോലെയാണോ അടയാളം? നടുക്ക് നിൽക്കുന്ന ആള് ഞാനാണ്, പക്ഷെ പൊക്കം കൂടുതൽ എന്റെ ഇളയ ആൾക്കാണ്. പൊക്കമല്ല സഹോദരൻ, ഞാൻ പറഞ്ഞ വലിപ്പം. മീൻസ് ഞാനിത് വണ്ണോ എന്നൊക്കെ എടുത്ത് പറയാത്തത് ഇനിയിപ്പോൾ ഒരു ആ രീതി പോകാത്തതുകൊണ്ട് പറയുന്നത്. വലിപ്പം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വലിപ്പത്തിൽ ഈ 3 പേരെ അപേക്ഷിച്ച്, ഈ 3 പേരിൽ അപേക്ഷിച്ച് വലിപ്പം എന്നാണ് പറഞ്ഞത്. വലിപ്പമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വ്യക്തിയാണ് കർത്താവ് സ്പർശിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ബ്രദർ ആണെങ്കിൽ അത് ഏറ്റെടുത്തോണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അത് സ്വീകരിച്ചോണം. വലിയൊരു കാര്യത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഓരോ ആലോചനയ്ക്കകത്തും ദൈവത്തിന് ഓരോ ട്വിസ്റ്റുണ്ട്, വഴിത്തിരിവുകളെ കർത്താവ് ചെയ്യും. അപ്പോൾ അത് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ബ്രദറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സൗദി അറേബ്യയിലായിരുന്നെന്ന് പറഞ്ഞ അത് ഞാനാ ബ്രദറെ. ഞാൻ കോവിഡ് സമയത്ത് ഇവിടെ വന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഇപ്പൊ 6 മാസമായി. പിന്നെ വിസിറ്റിങ്ങിൽ ഒന്ന് പോയിട്ട് ഇപ്പൊ 6 മാസത്തോളം ആയി. കഴിഞ്ഞ ജൂണിൽ വന്നു. സിസ്റ്ററെ, ഇന്ന് ആ പാസ്പോർട്ട് ഉണ്ട് കയ്യില്? എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് കൈയെടുത്ത് വിളിച്ച്. കർത്താവ് പറഞ്ഞത് ഒരു യാത്ര, ദൈവത്തിന്റെ യാത്ര വെളിപ്പെടാൻ വേണ്ടി. എൻ്റെ അർത്ഥം നമ്മൾ പോയി. കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. മോന് ഇപ്പം UK പോവാ. നാളെ ആ മോൻ UK പോന്നെ. ബ്രദർ പ്രാർത്ഥിച്ച് ആലോചന തന്നതാ അത്. അപ്പൊ സിസ്റ്റർ സൗദിയിലാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു യാത്ര കർത്താവ് കുടുംബത്തിൽ നിന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നപ്പോൾ ഒന്നും കൂടെ ദൈവം ഊട്ടി ഉറപ്പിക്കുകയാണ്. ആ യാത്ര എന്തോ ഒന്ന് പറഞ്ഞോട്ടെ. മോന് നാളെ 10:30 UK പോകാൻ വേണ്ടി പോവാ. ബാംഗ്ലൂരിൽ നിന്നാ പോകുന്നേ. ബ്രദർ പറഞ്ഞായിരുന്നു കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിൽ പോവും, അവിടെ നിന്ന് കയറി പോകുമെന്നാ പറഞ്ഞത്. അങ്ങനെ മോൻ ഇപ്പൊ നാളെ 10:30 പോവുകയാണ്. അവൻ ഇതൊന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക സിസ്റ്ററെ കർത്താവ്. കാരണം വെച്ചാൽ സിസ്റ്റർ സൗദിയിലാന്നോ തിരിച്ചു വന്നോ വല്ലോ എന്നോട് പറഞ്ഞായിരുന്നു സാക്ഷ്യം പറഞ്ഞപ്പം? അങ്ങനെയാണെങ്കിൽ കർത്താവ് ആ വാക്കോ മറ്റൊരാളെ കർത്താവ് അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ ഈ യാത്ര അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവാത്മാവ് നേരത്തെ ഈ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാണ് സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞത്.
അവനെ ദൈവം അയക്കും. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നായിരിക്കും. സാറിന് നമുക്കറിയാം, കേരളത്തിലുള്ളവർ ഒന്നേ കൊച്ചിയിൽ നിന്നാണ് ലണ്ടനിൽ പോകുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പോകും, കോഴിക്കോട് നിന്ന് പോകും, മറ്റ് കണ്ണൂരിൽ നിന്നൊക്കെ പോകും. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞു അല്ല, അവൻ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് അവനെ ദൈവം അയക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നാളെ അവൻ ബാംഗ്ലൂരിൽ നിന്നാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ദൈവം അത് മുന്നമേ അറിയിച്ചതാണ് അവൻ്റെ യാത്ര. ദൈവം ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾ സൗദിയിൽ പോയി പരാജയപ്പെട്ട് മടങ്ങി വന്ന പോലെയല്ല, സങ്കടപ്പെട്ട് വന്ന പോലെയല്ല, ഈ യാത്ര ആ രാജ്യത്ത് അവനെ ഫലം കായ്ക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒരുമിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ മീറ്റിങ്ങിന് 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പം മീറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. അവിടെ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആലോചന വരുമ്പം നിങ്ങളും ഞാനും തമ്മിൽ ഒരു പരിചയങ്ങൾ ചിലപ്പോൾ കാണത്തില്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആലോചന ശ്രദ്ധിച്ച് നിങ്ങളോടാണെങ്കിൽ ചാടി പിടിച്ചോണം. അവിടെ നമുക്ക് ഈ സൂം പോലെ തന്നെ ചിലപ്പം അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല. നിങ്ങളത് കൈപൊക്കുകയോ നിങ്ങളത് റിസീവ് ചെയ്യുകയോ എണീറ്റ് നിൽക്കുകയോ ഒക്കെ ചെയ്യുക. ഞാൻ ഇപ്പോഴത് പറയാൻ കാരണം, ആ സമയത്ത് ഞാൻ പറഞ്ഞ കർത്താവ് എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു ഫ്ലോ തരുന്നത്, നിങ്ങൾക്ക് കോട്ടയം മീറ്റിംഗ് കണ്ടു കാണുമായിരിക്കും അത്. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഫ്ലോയിൽ അത് പേരായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ കണ്ടിരിക്കുന്ന ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ. പലപ്പോഴും നിങ്ങൾ പല ശുശ്രൂഷകളും കണ്ടിട്ടുണ്ടെങ്കിലും കർത്താവ് വെളിപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ, നിങ്ങൾ കുറച്ചും മറ്റേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിൽ കിടക്കുന്ന ആ ഒരു കാര്യവും മറ്റ് സ്പെസിഫിക് അങ്ങനെ ചെറിയ നിങ്ങളെന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില തിങ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യം, പിന്നീടാണ് ആ വീട്ടിൽ നോക്കിയത് അങ്ങനെ ഒരു സംഭവം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോഴെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ആലോചന. കാര്യം ഞാൻ ഓരോ ആലോചന എപ്പോഴും പറഞ്ഞ പോലെ ഓരോ ആലോചന നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ടേൺ ആകുക. അതായത് തൻ്റെ പിതാവിൻ്റെ കാണാതെ പോയ ആടിനെ തപ്പിയാണ് ശൗല് വന്നത് കാണാതെ പോയ ആടിനെ തപ്പിയാണ്. പക്ഷെ ശമൂവേൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവ്. കണ്ടോ, ഒരു ടേണിങ് ഉണ്ടോ? അപ്പൻ്റെ വീട്ടിൽ അപ്പന് സ്വത്തൊക്കെ ഉണ്ട്, ശരിയാണ്. അപ്പൻ്റെ സ്വത്തിൽ അപ്പൻ്റെ കാണാതെ പോയ കഴുതയെ കാണാൻ വേണ്ടി വന്നവൻ ഒറ്റയടിക്ക് ടേൺ ചെയ്തു. അവൻ ഇസ്രായേൽ ചരിത്രത്തിലെ ഇന്നും ഏത് കാലഘട്ടം കഴിഞ്ഞാലും ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ഇന്നാരാണ്? ശൗലാണ്. ഈ ഒരു ചരിത്രത്തിലേക്ക് മാറാൻ ഒറ്റ വഴി. അപ്പോൾ ഓരോ പ്രവചന ആലോചനകളും ഓരോ നിയോഗങ്ങളും നിങ്ങളുടെ ലൈഫിനെ ഒരു പ്രവചനം കൊടുക്കും. ഞാൻ കുറേ പ്രവചനം കേട്ടത് അതല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഈ കേൾക്കുന്ന ആലോചന നിങ്ങളെ ടേൺ ചെയ്യിപ്പിക്കുക. ജസ്റ്റ് പറഞ്ഞു കേട്ടില്ലേ, ആ മോൻ അവൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ പരിശുദ്ധാത്മ ഒരു പ്രവചനം പറഞ്ഞു, മകനെ ദൈവം അയക്കാൻ വേണ്ടി പോവാണ്, യൂറോപ്പ് രാജ്യത്തിലേക്ക് അവനെ അയക്കാൻ വേണ്ടി പോവാണ്. അവൻ യൂറോപ്പ് നല്ല അന്ന് എപ്പോഴും സിസ്റ്റർ പറഞ്ഞ കടലിൽ കടന്നൊരു യാത്ര, അത് പോകുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് നമുക്ക് വണ്ടി കയറി ഫ്ലൈറ്റ് കയറി പോകുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ കർത്താവ് ഇടപെട്ട് അതൊരു ടേണിംഗ് ആണ്. ചിലപ്പോൾ തടസ്സങ്ങളെ പൊട്ടിച്ച് ദൈവം ചില ടേണിങ്ങുകളെ തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈ വെച്ചിട്ട് പറയണം, എനിക്കൊരു മധ്യസ്ഥനുണ്ട്. എനിക്ക് രോഗം വരുമ്പോൾ, യേശുവേ അങ്ങ് എൻ്റെ മധ്യസ്ഥനാണ് യേശു. എന്നെപ്പറ്റി വിചാരമുണ്ട്. എൻ്റെ രോഗത്തിൽ, എൻ്റെ തലമുറയുടെ രോഗത്തിൽ, എൻ്റെ കുടുംബത്തിൽ രോഗം വരുമ്പോൾ, എനിക്ക് പ്രയാസം വരുമ്പോൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി എൻ്റെ കൂടെ വന്നിരുന്ന് കരയത്തില്ല. പലരുടെയും തെറ്റിദ്ധാരണയാണ് യേശു എൻ്റെ കൂടെ വന്ന് കരയില്ല. യേശു കൂടെ വന്ന് കരയുന്ന ആളല്ല. യേശു, ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നവൻ. ഈ പദം അഡ്വക്കേറ്റ് എന്നൊരു പദമാണ് അവിടെ കൊടുത്തേക്കുന്നത്. എൻ്റെ മീനിങ് ഗ്രീക്ക് മീനിങ്ങിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റുമാർ കോടതിയിൽ പോയി കരയത്തില്ല, വാദിക്കും. ഇന്ന് ദൈവത്തോട് പറയും, അപ്പാ എൻ്റെ പേരിൽ അവൻ വിശ്വസിച്ചിരിക്കുന്നു, ഇവൻ ലജിച്ചു പോകാൻ പറ്റത്തില്ലപ്പാ എന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവ്, മധ്യസ്ഥനായ യേശു, അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന യേശു. ആ കർത്താവ് നിങ്ങളുടെ രോഗത്തിൻ്റെ മേലെ ഇറങ്ങി വരുന്ന എൻ്റെ യേശുവിൻ്റെ തിരുമുറിവിനാൽ കർത്താവ് എൻ്റെ രോഗത്തെ അനുഭവിച്ചതാ. യേശു ക്രിസ്തു എൻ്റെ വേദന ഏറ്റതാ. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. ദൈവരാജ്യം എന്ന് പറയുന്നത് മുടന്തൻ തുള്ളും. രോഗികൾ, കിടപ്പ് രോഗികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. മുടന്തനായി നിൽക്കുന്നവർ കൈവച്ചിട്ട് പറ, എനിക്ക് മുടന്തി നടക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം മുടന്തനെ തുള്ളിക്കുന്ന കർത്താവാണ്. കാഴ്ചയില്ലാത്തവർ എന്നെ കേൾക്കുന്നതുണ്ടെങ്കിൽ കണ്ണെ കൈവച്ചിട്ട് പറ, എൻ്റെ കർത്താവ് എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി. കണ്ണാടിയൊക്കെ വെക്കുന്നവരൊക്കെ എടുത്ത് മാറ്റിക്കുക എന്ന് പറ, യേശു എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി. ഒരു നഷ്ടവും ഇല്ല. ചെകിടൻ കേൾക്കും, ചെവി കേൾക്കത്തില്ലെങ്കിൽ കൈവച്ചേ
നാളെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ, പല ഭവനങ്ങളും കയറി ഇറങ്ങിയ നിങ്ങൾ ഓരോ വ്യക്തിക്ക് കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മുമ്പിൽ തളർന്നു കിടക്കുന്നവൻ ചാടി എണീക്കുന്നത് കാണാൻ പറ്റും. മുടന്തൻ തുള്ളും, ചെകടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. കൈവച്ച് ആ വേദന വിട്ടുമാറുക, ആ രോഗം വിട്ടുമാറുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മധ്യസ്ഥനായ യേശു, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ എൻ്റെ മധ്യസ്ഥനായ യേശു ഇന്നെന്നെ സൗഖ്യമാക്കുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുത സൗഖ്യം എൻ്റെ മേൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുത സൗഖ്യം സംഭവിക്കുന്നു. തലമുറകളുടെ ഭാവി തുറന്നു വരുന്നു. ഈ സമയത്ത് ഏത് പ്രാർത്ഥനാ വിഷയത്തിൽ നിങ്ങൾ എവിടെയാണോ ഭാരപ്പെടുന്നത്, ഇന്ന് പറ, ഇന്ന് അത്ഭുതം, നാളെയല്ല കേട്ടോ. ഇതാണ് യേശുവിൽ വിശ്വസിക്കുക. ഇന്ന് അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഞാൻ ഇരുട്ടി വെളുക്കുന്നതിൻ്റെ അകത്ത് അത്ഭുതം കണ്ടിരിക്കും. ഈ രാത്രി എൻ്റെ സമയമാണ്, ഇതെൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ വേദനകൾ നിങ്ങളെ വിട്ട് മാറുക, രോഗബന്ധനങ്ങൾ മാറുക, രോഗസൗഖ്യം വെളിപ്പെടുക. യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവേ, അങ്ങനെ സൗഖ്യമാക്കുന്ന നിങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. മുടന്തൻ തുള്ളും, ചെകടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയുന്നു, നിറയുന്നു, നിറയുന്നു. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം സംഭവിക്കുന്നു. അസ്ഥികൾ സൗഖ്യമാകുന്നു, ഞരമ്പുകളുടെ ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുന്നു, ആ മുഴകൾ അപ്രതീക്ഷിതമാകുന്നു, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. അത്ഭുതത്തിന് നന്ദി, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു നിമിഷം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വിത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ഈ വരാൻ പോകുന്ന മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അത് ബ്ലസ്സഡാന്നുള്ളത്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരുടെ പങ്ക് ചെറുതല്ല, കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരുടെ പങ്ക് ചെറുതല്ല. അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് വന്ന് കാണാൻ പറ്റും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, അതിൻ്റെ സംവിധാനങ്ങളായിക്കോട്ടെ, അതിൻ്റെ ക്രമീകരണങ്ങളായിക്കോട്ടെ, അതൊക്കെയും കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരിലൂടെ ദൈവം അത് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചത് കൊണ്ടാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നന്മ തരും. ദൈവത്തിന് തരാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവം നിങ്ങളുടെ നന്മകളെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം വിത്താണ്. വർദ്ധിപ്പിക്കുന്ന വചനം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവർ അധ്വാനത്തെ അനുഗ്രഹിക്കുന്നപ്പ. ലോകം മുഴുവനും ഞങ്ങൾ വിശ്വാസത്താൽ ആഗ്രഹിക്കുന്നപ്പ. ലോകം മുഴുവനും പ്രാർത്ഥന അതിനുവേണ്ടിയുള്ള വിതയാണപ്പ ശേഖരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വർധനമുണ്ടാകട്ടെ. കർത്താവെ അവർ അധ്വാനം, കർത്താവെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്നുള്ള വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പ. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിച്ചു പെരുകട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വന്ന് കണ്ട് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാക്കി ഇപ്പോഴേ പറയണം, വലിയ അത്ഭുതം ഞാൻ കാണും, വലിയ അത്ഭുതം കാണും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. വലിയ വഴിത്തിരിവുകൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം വരാൻ. കർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, ഞാൻ വീണ്ടും പറയുന്നത് പോലെ, ഒരേ ആലോചന ഒരേപോലെ വന്നവർ നിങ്ങൾ എടുത്തു പറയണ്ട. നിങ്ങളത് നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നോണ്ട് ഏറ്റെടുത്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയണമെങ്കിൽ സൗഖ്യമായവരെ ഒത്തിരി പേര് കഴിഞ്ഞൂടെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല, സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇപ്പം മ്യൂട്ടാണ്, അത് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് പറയാൻ പറ്റുന്നത്. നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ പരിമിതികളുണ്ട് സൂമിന്, എങ്കിലും കർത്താവ് സഹായിക്കും. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. സാക്ഷ്യമല്ല പാസ്റ്റർ പറയാനുള്ളത്. പാസ്റ്ററെ, ഞാൻ ഇന്ന് ഞങ്ങളുടെ കോതമംഗലത്ത് ഞാൻ പറയുന്നത്, ഞാനിവിടെ വൈകുന്നേരം നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു വാഴക്കൊല ഇങ്ങനെ ഒടിഞ്ഞു വീണ് കിടക്കുക. അപ്പൊ അത് ഒരു കാ പഴുത്ത് നിൽക്കുക. അപ്പൊ ഞാൻ തൊട്ടടുത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ, വയസ്സായൊരു ഉമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ ഇവിടെ കൊല പഴുത്ത് നിൽക്കുന്നുണ്ട്, അത് വെട്ടിയെടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ വെട്ടിയെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവിടെ ആരുമില്ല, എനിക്ക് വെട്ടാൻ പറ്റില്ല, മോളതൊന്ന് വെട്ടിക്കൊണ്ട് തരുമെന്ന് വെച്ചെന്നോട്. അപ്പൊ ഞാൻ അവിടുന്ന് അകത്ത് കയറി അവരുടെ വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് കൊല വെട്ടിക്കൊണ്ടത് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെ 6 വർഷമായി ഞാൻ വീണിട്ട് കാല് വേദന അടിച്ചിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകത്തേക്ക് കയറി ഈ കൊല കൊണ്ട് വെച്ചിട്ട് കത്തി അകത്തേക്ക് വെച്ചപ്പോൾ ഞാൻ ആ ഉമ്മയ്ക്ക് വേണ്ടി കാലിന് കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എന്നോട് ഉമ്മ പറഞ്ഞു, മോളെ എനിക്ക് ഇഷ്ടെന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ഉമ്മാന്റെ മോന്റെ മോള് അവിടെ മുറ്റത്തിന്റെ അപ്പുറം സൈഡിൽ വന്ന് നിൽക്കുക. അപ്പൊ അത് ഞാൻ പ്രാർത്ഥന കഴിച്ചത് മാറി നിൽക്കുക എന്നോട്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ എണീച്ചിട്ട് ഞാൻ ഇന്ന് പോകുന്ന അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ അവിടെ ആ ഭാഗം മുഴുവൻ മുസ്ലിംസ്, ഒത്തിരി മുസ്ലിംസിന്റെ വീടത്. ഞാനത് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ പോകുന്നു പാസ്റ്റർ. അപ്പൊ
അവിടെ എല്ലാവർക്കും മുസ്ലിംസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പാസ്റ്റർ എപ്പോഴും പറയലുണ്ട്, ഭൂലോകത്തിന് അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വചനം വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ ചെയ്തത് വലിയൊരു ശുശ്രൂഷയാണ്. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് മാനുഷികമാണ്, നമ്മളാണ് മതത്തിൻ്റെ പക്ഷെ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചത് കൊണ്ട് ആ പറഞ്ഞതുപോലെ ആ ഉമ്മയ്ക്ക് വേണ്ടിയാണ് യേശു എന്ത് ചെയ്തത്, വില കൊടുത്തത്. ആ മാതാവിൻ്റെ കാല് സൗഖ്യമാകാനും കൂടെ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ അത് പറയുവാൻ എന്ന് സിസ്റ്റർക്ക് ദൈവം കൃപ ലഭിക്കും. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു പദവിയാണ്. കാര്യം അനേകർക്ക് പറയാൻ പറ്റാതിരുന്നപ്പം സിസ്റ്റർക്ക് ദൈവകൃപയാൽ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, ആ അമ്മയുടെ കാല് സൗഖ്യമാകാൻ വേണ്ടിയാണല്ലോ യേശു മുറിവേറ്റതെന്നുള്ളത് ആ കുടുംബത്തിൽ പറയും. തീർച്ചയായിട്ടും കർത്താവ് അത് ഉറപ്പിക്കും. ഇനി സിസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ കണ്ടില്ലെങ്കിൽ കാണുന്നത് പോലെ പ്രാർത്ഥിച്ചോണം. അത് കർത്താവ് പറയണം, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഈ കാല് സൗഖ്യമാകാൻ വേണ്ടിയാണ്, ആ ഉമ്മ സൗഖ്യമാകാനും യേശുവിൻ്റെ സാക്ഷിയാകാനും വേണ്ടിയാണെന്ന് പറഞ്ഞോണം. കർത്താവ് ഇനിയും ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണം. ദൈവ പ്രേരണയാണത്. കർത്താവ് ഇനിയും ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു ബ്രദർ പറഞ്ഞല്ലോ, ഡോൾഫിന്റെ കാര്യം പറഞ്ഞല്ലോ. മാത്രമല്ല മനോജ് എന്ന് പറഞ്ഞ ബ്രദർ വന്ന് അവിടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഡോൾഫിൻ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല മനോജ് എന്ന് പറഞ്ഞ ബ്രദർ വന്ന് 2 മണിക്കൂർ നേരം കഴിഞ്ഞ ദിവസം സംസാരിക്കും. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്തു. ഫസ്റ്റ് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. കർത്താവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റും. ദൈവ ആലോചനയിൽ വിശ്വസ്തൻ. എന്തോ സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്റെ മോൾക്ക് നഴ്സിംഗിന്റെ 2nd ഇയർ പരീക്ഷ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാനത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ വിശ്വാസത്തോടെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഉന്നത വിജയം ദൈവം തരുമെന്ന് പറഞ്ഞു. ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം മുമ്പ് അവൾക്ക് റിസൾട്ട് വന്നു, അവൾ ജയിച്ചു. ആമേൻ. നന്ദി കർത്താവേ, കൊടുത്ത ജയത്തിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ പറഞ്ഞു. എന്റെ പേര് ടീന എന്നാണ്. ഒരു 2 മാസം മുമ്പാണ് എന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കുവാണ്. അപ്പൊ എന്റെ ക്രിയാറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് പ്രോപ്പറായി വന്നിട്ടില്ല, വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബ്ലഡ് ഒക്കെ കുറവായിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചു. ഇനി അപ്പൊ ഈ ക്രിയാറ്റിൻ ഒക്കെ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റർ തീർച്ചയായിട്ടും അത്ഭുതത്തിൻ്റെ സമയമാണ്. സിസ്റ്റർ ഇങ്ങനെ തന്നെ പറഞ്ഞോണം, യേശുവേ അങ്ങ് എൻ്റെ ശരീരത്തിൻ്റെ കർത്താവാണ്. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ലോകം മുഴുവൻ നടക്കും. ഞാൻ ദീർഘായുസോടെ ദിവ്യാരോഗ്യത്തോടെ നടക്കും. ഇത് മാത്രം സിസ്റ്റർ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ദീർഘായുസോടെ ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടോണം സിസ്റ്ററുടെ ബോഡിക്കകത്തുണ്ടാകുന്ന വലിയ വ്യത്യാസം കേട്ടോ. ഇനി പ്രാർത്ഥിക്കുക വേണ്ട, അത് പറഞ്ഞാ മതി. പറഞ്ഞു. എന്തോ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത്, മനോജിന്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ദുബായിലാണ്. പിന്നെ അവര് 3 മക്കളാണ്. ഒരു പെണ്ണും 2 ആണും. അതാണോ സാക്ഷ്യം? കേട്ടില്ല സിസ്റ്റർ, ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം. ഈ മനോജിന്റെ കാര്യം പറഞ്ഞു. മനോജിന്റെ ഒരു സഹോദരനുണ്ട്, നല്ല തടിയൊക്കെ ഉള്ളതവൻ. അവൻ ദുബായിലാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവര് 3 മക്കളാണ്, ഒരു സഹോദരിയും 2 സഹോദരന്മാരും. ഈ പറഞ്ഞ പോലെയാണോ നടുക്കത്തെ ആളാണോ ഈ പറഞ്ഞ ഈ സംഭവം? എന്നാ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയൊരു ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി അവരെ അറിയിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി വേണം. ഭാരപ്പെടേണ്ട. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടപ്പെടരുത്. പെട്ടെന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം മുന്നമേ അറിയിക്കുവാണ്. തകർന്നു പോകാൻ വേണ്ടിയല്ല, കർത്താവിന്റെ അത്ഭുതം കാണാൻ വേണ്ടിയാ കേട്ടോ. മതി അവരോട് പറയണം കേട്ടോ. അവരെ അറിയിക്കണം. അവരെ അറിയിക്കണം. ഇതുപോലൊരു പ്രാർത്ഥനയെ ഞാൻ കേട്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തോണം. ഞാനൊരു പ്രാർത്ഥനയിൽ ഇതുപോലെ ഒരു നമുക്കൊരു പരിചയമില്ലാത്തൊരു ബ്രദറാണ് ഇത് പറഞ്ഞത്. അപ്പോൾ കർത്താവ് അത് ഇടപെട്ടതാണ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനുണ്ടല്ലോ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് പറയാൻ നെറ്റ് ഇതായി പോയായിരുന്നു, കട്ടായി പോയായിരുന്നേ. ബ്രദർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കയറി വരുന്ന ഒരു സിറ്റിംഗ് റൂമില് 2 റെഡ് ബോക്സസ് ഇരിക്കുന്നത്. ആ 2 റെഡ് ബോക്സസും ഞങ്ങളുടെ ഷെൽഫിൽ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഇത് മെമ്മന്റ് കിട്ടിയതായിരുന്നു എനിക്ക് 2ഉം. അതൊരു അടയാളമായിട്ട് ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് എന്റെ മോന്റെ വിടുതലിന് വേണ്ടിയിട്ട്. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതകരമായിട്ട് നടന്നു കേട്ടോ. ഏറ്റെടുത്തു, കർത്താവിന്റെ സാക്ഷിയായിട്ട് മാറ്റും കേട്ടോ. ബ്രദറെ, എന്റെ വീടിന്റെ 2 വീട് അപ്പുറത്ത്
ഒരു മോള് 10 വയസ്സായതാ. എറണാകുളം ലക്ഷ ആശുപത്രിയില് വെന്റിലേറ്ററിലാണ്, മരിച്ചെന്നും പറയുന്നുണ്ട്. ബ്രെയിൻ ഡെത്തായിന്ന് പറയുന്നുണ്ട്. ഹൃദയം ഇടിക്കുന്ന കാരണം പുറത്തേക്ക് ഡോക്ടർമാര് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ആ കുടുംബത്തിന്റെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഇന്ന് പറയാം. കർത്താവ് ഇന്ന് ആ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾ ഒത്തിരി സാക്ഷ്യം നമ്മുടെ നടുവിൽ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ വെന്റിലേറ്റർ കിടക്കുന്ന രോഗികൾ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് മെഡിക്കൽ സയൻസിന് ഞങ്ങൾ കുറ്റം പറയുന്നല്ല, അപ്പോൾ അവരുടെ പരിമിതികളെ അവർ ഉപയോഗിക്കുന്നല്ല, അപ്പോൾ അവർക്ക് കഴിയുന്നത് അവർ ചെയ്യുന്നല്ലോ. അപ്പോൾ എങ്കിലും അപ്പോൾ ജീവൻ്റെ ഉടമസ്ഥൻ ദൈവമാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുകയല്ല, വിശ്വസിക്കുന്നു കർത്താവ്. ആ കുടുംബത്തിൽ ആ വ്യക്തി കർത്താവ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ജീവനുള്ള മകനായിട്ട് യേശുവിൻ്റെ സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. കർത്താവാണ് ക്രിസ്തു പറയണം, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, ഞാന് ഡിസംബർ 9 ബ്രദർ ഇങ്ങനെ ഒരു ദർശനം പറഞ്ഞായിരുന്നു. സംഗീതം എന്ന് പേരുള്ള ഒരാളെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് എന്റെ മകന്റെ പേര് സംഗീതം എന്നാണ്. അന്ന് അവനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പെടാപ്പാട് പെടുന്ന ഒരു ദിവസമായിരുന്നു. അവനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വേറെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകും. ഡി അഡിക്ഷൻ സെന്ററിൽ ഇറങ്ങിയാൽ പിന്നെ അവൻ കൂടിപ്പോയാൽ 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതുകൊണ്ട് വീണ്ടും അവൻ മദ്യപാനം തുടങ്ങും. ഞങ്ങളെ കൊണ്ട് ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ വീണ്ടും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകായിരുന്നു. അന്നിങ്ങനെ ബ്രദർ പറഞ്ഞു ഈ മകനെ തൊടുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല ബ്രദർ. അയ്യോ, ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. സിസ്റ്റർ പറഞ്ഞത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ദൈവാത്മാവ് എന്ന് പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ എന്നോട് മോന്റെ പേര് സംഗീതം എന്നാന്ന് വല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ? ഈ വിഷയമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓ, അത് വലിയൊരു അത്ഭുതമായിട്ട് സിസ്റ്റർ പറഞ്ഞത്. കാരണം വെച്ചാൽ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മ പറഞ്ഞ് സംഗീതനെ ദൈവം തൊടുവാണ് പറഞ്ഞതുപോലെ തന്നെ അവർ ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം കൊണ്ടുപോകുമായിരുന്നു. അവൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി ഭാരപ്പെടുമായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് മാറുന്നില്ല. അവനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് കർത്താവ് പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് പിന്നെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. അവനിതോടെ മദ്യപിച്ചു. അവൻ്റെ ദൈവം തൊടുവാന്ന് പറഞ്ഞാൽ പലപ്പോഴും പോയിട്ട് ശരിയാകാത്തവനാണ്. പക്ഷെ കർത്താവ് അവനെ തൊടുവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? ഇതുവരെ അവൻ മദ്യം തൊട്ടിട്ടില്ല. അവനെ വലിയൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും കൊണ്ട് യേശുവിൻ്റെ സാക്ഷിയായിട്ട് അവൻ ബൈബിളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. അനേക ഇടങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിക്കും അവൻ കേട്ടോ. അവൻ ദൈവത്തിൻ്റെ വലിയൊരു അപ്പോസ്തലനായ കർത്താവ് മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. ജനുവരി 31 ബ്രദർ ഇതുപോലെ ഒരു ദർശനം പറഞ്ഞിരുന്നു. ഒരു വീട്ടിൽ കയറി വരുന്നിടത്ത് ഒരു മെമന്റോ വെച്ചിട്ടുണ്ട്. അത് റിട്ടയർ ചെയ്ത ഒരാളുടെ ഫോട്ടോ നടുവിൽ വെച്ച ഒരു മെമന്റോ ആണ്. അതിന്റെ പേര് തീരുന്നത് ജോർജ് എന്നാണെന്ന്. ഈ പറഞ്ഞ ദിവസം എനിക്ക് പ്രാർത്ഥന കയറാൻ പറ്റിയില്ല. കാരണം അന്ന് എനിക്ക് സ്കൂളിൽ റിട്ടയർമെന്റ് നടക്കുന്ന ദിവസമായിരുന്നു. ഈ മെമന്റോ എനിക്ക് കിട്ടിയത് അതിന് തൊട്ട ആഴ്ചയിൽ അസോസിയേഷൻകാർ തന്നൊരു മെമന്റോ ആണ്. അത് കറക്റ്റ് ആയിട്ട് ബ്രദർ എന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുക്കും ബ്രദർ. എന്തായാലും ഞാൻ ഇന്നലെയാണ് ആ വീഡിയോ വീണ്ടും കേട്ടത്. ഇന്നലെയാണ്. അത് കുടുംബത്തെ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മ്യൂട്ട് മാറ്റി ആവശ്യമില്ലാത്ത പറയരുതേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തെ കർത്താവ് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ദൈവം നിങ്ങളെ കാണുന്നതാണ്. ഇനിയും സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ബ്രദർ ഇന്നലെ ജയ എന്ന് പറഞ്ഞ ഒരു പേര് ബ്രദർ വിളിച്ചു പറഞ്ഞായിരുന്നു. പിന്നെ ജയ ഒരു സഹോദരി കൂടെ ഉണ്ട്. അതെന്റെ ചേച്ചിയാണ്. ഒരു മകനെ കാണിക്കുന്നു. അതെന്റെ ചേച്ചിയുടെ മകനാണ്. ദൈവം നമ്മളിലൂടെ ദൈവപ്രവൃത്തി അങ്ങനെ ബ്രദർ പറഞ്ഞായിരുന്നത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. യൂട്യൂബിലാണ് സിസ്റ്റർ കേട്ടത്. അതെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റെടുത്തോട്ടോ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോട്ടോ. സഹോദരിക്ക് ഒരു മോനുണ്ട്. ഈ 3 പേര് ഒരു നന്മ കവർ ചെയ്ത് വരുന്നത് ബ്രദർ നല്ല പറഞ്ഞു. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് അത് സാക്ഷിയാക്കുക കേട്ടോ. അവർക്ക് വേണ്ടിയൊക്കെയും ദൈവം പ്രവർത്തിക്കുക. മറ്റാരെങ്കിലും കൂടെ ഉണ്ട്? സാക്ഷിയുണ്ട് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ.
ബ്രദറെ, എന്റെ ഭവനത്തിൽ ഞാൻ മാത്രമാണ് ഈ വിശ്വാസത്തിലോട്ട് വന്നത്. അപ്പൊ എന്റെ മകന് നിർബന്ധം അടുത്ത ക്ഷേത്രത്തിൽ ഇവിടെ പറ നടക്കുന്നു, അവന് പറ കൊടുക്കണമെന്നൊരു വലിയ നിർബന്ധം. അപ്പൊ ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ അത് പ്രശ്നമാകും. അപ്പൊ ഞാൻ പറ കൊടുത്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറ കൊടുക്കുന്ന നിങ്ങളുടെ ഇഷ്ടം, കൊടുത്തോ, എനിക്ക് അതിനകത്ത് പരാതിയില്ല. അത് വിളക്ക് കത്തിച്ചൊക്കെ കൊടുക്കണം. ഞാൻ കൊടുത്തു, ഞാൻ കൊടുക്കത്തില്ല, ഞാൻ അന്നേരം ഇവിടുന്ന് മാറാം, നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ്. അതപ്പോ അങ്ങനെ സമ്മതിക്കത്തില്ല, ഇവിടെ പ്രശ്നമാകും. അപ്പം ഇവൻ പറ കൊടുക്കാനെല്ലാം തയ്യാറായി. അപ്പൊ ഞാൻ കർത്താവിനോട് അഭയം പറഞ്ഞു, കർത്താവേ, ഈ ദേവി ഇവിടെ കൊണ്ട് കയറണോ, ഇത് പറയാള തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. കർത്താവായിട്ട് നിവർത്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മുമ്പിൽ തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പറയുക. കർത്താവ് അത് ചെയ്യും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക സിസ്റ്റർ. കർത്താവ് ചോദിച്ചോട്ടെ ബ്രദറെ? പറഞ്ഞു. എന്റെ മോടെ കാര്യമായിരുന്നു ഇപ്പൊ പറഞ്ഞ 93 ജൂണിലുള്ളതാ കുഞ്ഞ്, 28 മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് അവളുടെ ഭാവിയെ തുറക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഭാവിയെ തുറക്കുക, ഏറ്റെടുത്തോണം. ഭാവി തുറക്കുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഏത് തടസ്സവും തമ്പുരാൻ ഇന്ന് രാത്രി തുറക്കുവാണ്. അതിൻ്റെ റിസൾട്ടുകൾ ഈ വരും ദിവസങ്ങളിൽ കാണും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഞാനൊരു ആലോചന ഇന്ന് കേട്ടത് പറയാനായിട്ടാ. ആരുമറ്റേ അത് ഏറ്റെടുക്കാനുണ്ടാ ഞാൻ പറയുന്നത്. ആൻസി എന്ന് പറയുന്ന സഹോദരി ശരിക്കും എൻ്റെ ഓൺ സിസ്റ്റർ അല്ല, കസിൻ സിസ്റ്റർ. ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് അവരുടെ വീട്. അവരുടെ ഒരു പ്രശ്നത്തിന്മേൽ കർത്താവ് ഉപയോഗിക്കുന്ന സഹോദരി ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞ് ഏറ്റെടുത്തില്ല. അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു. എൻ്റെ കസിൻ സിസ്റ്റർ അത്. തീർച്ചയായിട്ടും സിസ്റ്റർ. കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പറയുകയും ചെയ്യണം. ഞാനിതുപോലെ നിങ്ങൾ ആലോചന കേൾക്കുമ്പോൾ നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ട് വരണം. നിങ്ങൾ പറഞ്ഞാൽ ഞാനൊരു പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അവിടെ ഒരു ബ്രദറിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ഇത് അറിയിക്കുക എന്നുള്ളതാണ്. നാളെ സംഭവിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല എന്ന് പറയാനിട ഞാൻ ഒരാളല്ല എല്ലാവരും പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ പറയാം ഇതുപോലൊരു പ്രാർത്ഥനയെ കേട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ട് നോക്കാം. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കേട്ടപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കണം. കാരണം എന്തിനത് അറിയിക്കുന്നത് വെച്ചാൽ ദൈവം നമ്മുടെ മുന്നമേ എല്ലാ കാര്യം അറിയിക്കും. ഞാൻ ആ സിസ്റ്ററോട് മാത്രമല്ല മൊത്തത്തിൽ പറയുവാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് പിന്നെയും സാക്ഷിയെ കഴിക്കാൻ സമയം മുന്നോട്ട് പോയി. എങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കുക. പിന്നെ നമ്മുടെ മീറ്റിങ്ങിന് ചുരുങ്ങിയ സമയങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ദൈവം എല്ലാ കാര്യങ്ങളെയും സഹായിക്കുവാൻ ശക്തനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി റെഡിയാകുക. ഇപ്പോഴേ എല്ലാത്ത കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ രണ്ടുപേരെങ്കിലും കൂട്ടിക്കൊണ്ട് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. വന്ന് കാണുവാൻ ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ട് യേശു നിങ്ങളെ തൊടും എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരണം. നമുക്ക് ഒരാളോട് നമ്മൾ കേട്ടോ, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവിന് വേണ്ടി നമുക്ക് ഒരാളെയെങ്കിലും കർത്താവിന് കൊണ്ട് കൊടുക്കാൻ പറ്റിയാൽ എത്ര വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അവരോട് പറ, ഞാൻ വണ്ടിക്കൂലി എടുത്തോളാം എന്ന് പറയണം. നിന്റെ വണ്ടിക്കൂലിയും കൂടെ ഞാൻ എടുത്തോളാം, നീ എൻ്റെ കൂടെ ഒന്ന് വന്ന് കാണുവിനെന്ന് ഫിലിപ്പോസ് ലീഗ നഥനയേലിനെ കൊണ്ടുവന്നതുപോലെ കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ ഞാൻ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല, അവരെ വലിച്ചു കൊണ്ടുവന്നും വേണ്ട, പറയുക. ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരും. നമ്മൾ പറയുക എന്നുള്ള നമ്മുടെ ഡ്യൂട്ടിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് ആഴിയുടെ ആഴത്തിൽ വഴി തുറക്കുക. ദൈവം കേട്ട വചനവും ആലോചനയും സൗഖ്യങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവിൻ്റെ വചനത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. ഞങ്ങൾ അനേകർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞ് ഈ ആലോചനകളെയൊക്കെ ഷെയർ ചെയ്യുക.